ഇൻഷാ അല്ലാഹ് അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമ്മൾക്ക് ഈ സംഗമം നമ്മൾ നടത്താൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആലിഹാജി കുഴിപ്പുറാണ്, നമ്മുടെ ഉപദേശക സമിതി ചെയർമാനാണ്. ഈ സംഗമം മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന 2 സംഗമവും നടത്താൻ യഥാർത്ഥത്തിൽ കാരണക്കാരൻ ആലിഹാജിയാണ്. നമുക്കറിയാമല്ലോ, ഇതിനൊരു വമ്പിച്ച ഭാരിച്ച ചിലവ് വരും. അപ്പം അതിൽ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പണി എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഗമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു പണി മാത്രമാണ് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും മറ്റ് സംഗമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരെയും വിളിക്കാതെ മന്ത്രിമാരും MLA-മാരും തങ്ങന്മാരും ആത്മീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സംഗമങ്ങളിൽ. അതിന് വ്യത്യസ്തമായിട്ട് ആലിഹാജി കുഴിപ്പുറത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഫാമിലി അസോസിയേഷന് വേണ്ടി നൽകിയ മഹത്തായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ഉദ്ഘാടനം മാത്രമല്ല, നമ്മൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പൂർണ്ണമായിട്ടും 3 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, ഭാഗികമായിട്ട് കുറേ വീടുകൾ നിർമ്മിച്ചു. കുടുംബത്തോട് ചെയ്യുന്ന കടമ്പകൾ ഏറ്റവും വലിയ ബാധ്യതയായി ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധമില്ലാത്തവന് അള്ളാഹുവിൻ്റെ ദീൻ, അവൻ്റെ റഹ്മത്തുണ്ടാവില്ല. അവൻ്റെ റഹ്മത്തിൽ എല്ലാം കുട്ടിയടക്കപ്പെടുന്നതാണ് റഹ്മത്ത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് ബന്ധം ചേർക്കാത്തവന് പണം കൊണ്ടില്ലേ, സമ്പത്തില്ലേ എന്ന്? അതല്ല, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നമ്മൾ കുടുംബം ചേർക്കേണ്ടത് ദുനിയാവിലും നാളെ ആഖിറത്തുക്കും വേണ്ടിയാണ്. നാളെ ആഖിറത്തുക്ക് പുണ്യം കിട്ടുന്ന കാര്യം, ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ. കൂടി ഇത്രയും നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ പരസ്പരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മുഹമ്മദ് കുട്ടിയാണ് ഇതിനാദ്യമായിട്ട് ഈ ഇറങ്ങി പുറപ്പെട്ടത്. പല പ്രാവശ്യം നമ്മൾ 7ാമത്തെ ഈ കുടുംബസംഗമം ഇങ്ങനെ ചേരാൻ വളരെ ത്യാഗം ചെയ്ത്, വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് ഓരോരുത്തരും 4 ഭാഗത്തു നിന്നും, കുഴിപ്പുറം, ഇരിങ്ങല്ലൂർ, പറപ്പൂര്, നമ്മളെ പാണ്ടിക്കാട്, കണ്ണമംഗലം, ഓരോ ആൾക്കാരും, യുവാക്കളും ചെറുപ്രായക്കാരും, അല്ല വയസ്സായ 108 വയസ്സായ നമ്മളെ കുടുംബത്തിൽപ്പെട്ട നമ്മളെ കാരണവർ പാണ്ടിക്കാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇപ്പോൾ നമ്മളെ അളാപ്പാനെ വളരെയധികം 100ഓളം വയസ്സായ ഒരു അളാപ്പാനെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു. വൈജാത്ത് കൊണ്ട് വന്നിട്ടില്ല. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ പടച്ചവനെ ഓർത്ത് നമ്മളിത് നിലനിർത്തി മുന്നോട്ട് പോകണം. ഇതിലും കൂടുതൽ ഭംഗിയായിട്ട്, ഇതിലും മെച്ചപ്പെട്ട് ചേർക്കുന്നവർ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം, കുടുംബബന്ധത്തിൽ ദാനവും ധർമ്മവും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഉള്ളവർ കൂട്ടായ്മ നമ്മൾ കൂടിയിട്ട് ആലോചിച്ച് അത് നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മൾ എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ എത്തിച്ചേരാനും നമ്മളെ കുടുംബങ്ങൾ ഒത്തൊരുമയോട് പോകാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, റിലീഫ് പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേകം മമ്മൂട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും അർഹതപ്പെട്ടവർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ കുടുംബത്തിൽ ഏറ്റവും നമ്മളെ മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളോട് കടമ, മക്കളോടുള്ള പെരുമാറ്റം കൂട്ടായിട്ട് നമ്മളെ കുടുംബത്തിൽ കുടുംബങ്ങളാണ്, നമ്മൾ ബന്ധുക്കാരാണ്. ഒരേ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്ന് ആദരണീയരായ നമ്മുടെ കുടുംബ കാരണവന്മാർ, എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ അത് സമയനഷ്ടമാകുമെന്ന് കരുതി അവരോടുള്ള ആദരവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കാരണവന്മാരെ,
ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട ആലിഹാജി അവർകൾ, CK ഫാമിലി അസോസിയേഷൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, പങ്ങന്മാർ, ഉമ്മമാർ, പ്രിയപ്പെട്ട കുട്ടികൾ, കാരണം ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വേദി ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. ഇതൊരു നിയോഗമാണ്. നിയോഗമാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്കെന്തോ വൈകി വന്ന ഒരു സൗഭാഗ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 14 വർഷം മുമ്പ് കല്ലക്കയത്തെ കുഞ്ഞോമതാക്കിയും ഞാനും കൂടി കുടുംബബന്ധം ചേർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പാണ്ടിക്കാട് വന്നതും കണ്ണമംഗലത്ത് വന്നതും ഒതുക്കുങ്ങൽ വന്നതും പൊട്ടിക്കല്ല് വന്നതും എന്നിട്ട് പറയുന്ന കുഴിപ്പുറത്ത് വരെ പോയത്, വാളക്കുളത്ത് പോയത്, മമ്പാട് പോയത്, കോഴിച്ചന, പിന്നെ കോടൂര്, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ സ്ഥലമാണ്. പൊന്മള, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പറപ്പൂര്, തെക്കേക്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ പോയി എവിടെയൊക്കെയാണോ നമ്മുടെ കുടുംബങ്ങളുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ചായ കുടിക്കുന്ന പീടികയിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളെ കുടുംബസംഘമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനും ചെവിടിക്കുന്നതിനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടുന്ന് വന്നതോ ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ കൊടുവള്ളിയിൽ നിന്നും, അവിടെ ചീടിക്കുന്ന് എന്ന പേരുണ്ട്, ചെവിടിക്കുന്നിൽ നിന്നും വന്നതാണ്. ചെവിടിക്കുന്നിൽ നിന്നും അനീഫ നമുക്കൊരു അതിഥി കൂടിയുണ്ട്. തെക്കേക്കുളമ്പിലെ അനീഫയുടെ സ്പോൺസറായിട്ടുള്ള ബഹുമാനപ്പെട്ടവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യാം. എന്തായാലും ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ചെവിടിക്കുന്ന് എന്ന സ്ഥലത്ത് കൊടുവള്ളിയിൽ കുടുംബമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കണ്ണമംഗലത്തെ മൂസാക്കിയും കൂടി അവിടെ വരെ പോയി. ഒരു വല്ലാത്ത കുന്നാണത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾ ചെവിടിക്കുന്ന് എന്ന കുന്നന്മാരെന്ന് പറയാൻ കാരണം ഈ കുന്നിൻ്റെ പേര് ചെവിടിക്കുന്ന് എന്നാണ്, ഇവിടെ താമസിക്കുന്നവരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ ബാക്കിയല്ല എന്ന് പറഞ്ഞ് അവരെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ വലിയൊരു കുടുംബം ഉണ്ടാക്കിയപ്പോൾ എവിടെ നിന്നൊക്കെ പിടിച്ചോടുന്നു എന്നൊന്നും കരുതണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പാണ്ടിക്കാട് വെച്ച് നടന്ന ചെവിടിക്കുന്ന കുടുംബസംഗമത്തിൽ നമ്മൾ ഇറക്കിയ സപ്ലിമെൻ്റാണിത്. കുന്നോളമല്ല മലയോളം വരും പോരാട്ട ചരിത്രം എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. ഈ കുടുംബത്തെ കൂട്ടിയോജിപ്പിച്ചത് വളരെ സാഹസികമായ ഒരു രീതിയാണ്. 4 കൊല്ലം ഈ കുടുംബത്തെ പറ്റി ഞാനൊരു ചരിത്ര അധ്യാപകനായതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഒരുപാട് വിവരം ശേഖരിച്ച് സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ ഓഫീസുണ്ട് കോഴിക്കോട്, അവിടെ കുറേ ദിവസം പോയിരുന്ന് ഒരുപാട് സാഹസികമായ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഈ ചരിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള കുടുംബസംഗമൊക്കെ നടത്താൻ എളുപ്പമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ കുടുംബങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? അവരുടെ ആ പരിസരത്തോ, അവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ ഉണ്ടാവും. നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് പാണ്ടിക്കാട്ടിൽ നിന്നും അമ്പാട്ടിൽ നിന്നും വന്നപ്പോൾ യഥാർത്ഥത്തിൽ അതിനത് ഒരു വരവാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിന് ശേഷം മക്കം ഫതവുമായിട്ടുണ്ട് മക്കത്തേക്കൊരു വരവ്. അതേപോലെയാണ് ഈ വരവ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മൂസക്കുട്ടി സൂചിപ്പിച്ച പോലെ 1921 പോരാട്ടം കൊണ്ടല്ല നമ്മൾ തുടങ്ങുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. 1921 പോരാട്ടക്കാരും മറ്റൊക്കെ കുറേ ഇവിടെ ഉണ്ട്. നമ്മൾ വെളിയങ്കോട് ഉമർ ഖാദിയുടെ നികുതി നിഷേധ ഫത്വ
സ്വീകരിക്കാതെ, കാരണം പണത്തിന് പകരം സാധനങ്ങൾക്ക് പകരം പണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് തരില്ല എന്ന് പറഞ്ഞിട്ട് നികുതി കൊടുക്കാതെ 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ നികുതി പിരിക്കുന്ന ആളുകളെ മടക്കി അയച്ചിട്ട് ആ നികുതി പിരിക്കുന്ന ആളുകളുമായിട്ട് എന്താണ് ഒരു ഉപ്പയും 3 സഹോദരന്മാരും അവിടെ വെച്ച് സംഘർഷമുണ്ടാക്കുകയും, കാരണം വീട് ജപ്തി ചെയ്യാമെന്നാണ്. അക്കാലഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ ആൾക്കാരൊന്നും പോരാട്ടം തുടങ്ങിയിട്ടില്ല. 1752 മുതൽ 1850 വരെയാണ് വെളിയങ്കോട് ഉമർ ഖാദിയുടെ ജീവിതകാലം. അന്ന് ഉണ്ടായ സംഘർഷത്തിൽ അധികാരിയെ കൊല്ലേണ്ടി വന്നു. കാരണം ആ സംഘർഷത്തിൽ സംഭവിച്ചതാണ്, അല്ലാതെ നമ്മളിങ്ങനെ ഈ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അധികാരി എന്താണ് മരിക്കുകയും മറ്റാളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തപ്പോൾ അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഞങ്ങളിങ്ങനെ പോയപ്പോഴേ എങ്ങനെയാണ് അവിടെ എത്തിയത്, പാണ്ടിക്കാടൊക്കെ എത്തിയത്. പാണ്ടിക്കാട് എന്താണ് കടലിൻ്റെ പുഴയിലൂടെ വേഷപ്രച്ഛന്നനായി പോയിട്ട് ആണ് പെണ്ണിൻ്റെ വേഷം ധരിച്ചു പോയിട്ട് വല്ല പുഴയും വലിപ്പുഴയും ചേരുന്ന ഒരു തുരുത്തുണ്ട്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് കടലിൻ്റെ പുഴ ആകുക. ആലി മുസ്ലിയാരായിരുന്നു എന്ന കാരണം അവർ ഇപ്പം ഇല്ല, അവർ മരിച്ചു അല്ലേ. അവരുടെ മക്കളാണ് ഇപ്പോൾ അവിടെ താമസം. അന്നുണ്ടാക്കിയ വീടിൻ്റെ തറയുടെ ഒരു ഭാഗം ഇന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കണ്ടൊന്നും ആരും കൂട്ടിയിട്ടില്ല ചരിത്രം. അങ്ങനെ അവിടെ എത്തിയപ്പോഴേ അന്ന് എന്താണ് പോയ ആ പിന്നെ അലവി എന്നാണ് പേരെന്നാ തോന്നുന്നു. ഏതായാലും ഇതിലുണ്ട്, ഇപ്പോൾ വായിക്കാനും നേരമില്ലല്ലോ. കാരണം ഇതിൻ്റെ സംഘാടനത്തിനിടയിൽ ഇതൊക്കെ വായിക്കാൻ മറന്നേക്കണം. കാരണം അതിനകത്തും തിരക്കായിരുന്നു ഇതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഒരു സഹോദരൻ എന്താന്ന് പറഞ്ഞാൽ അവിടെ താമസമാക്കിയ അദ്ദേഹത്തിന് 10 ആൺമക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് പെരുകിയിട്ട് തലമുറകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രകടനത്തിനുള്ള ഒരു സമ്മേളനത്തിനുള്ള ആളുമായിട്ട് ഇങ്ങോട്ട് വരാൻ സാധ്യമായത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ 6ഓ 7ഓ ബസ്സിൽ അവിടെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ എത്ര ഇരട്ടി ഇനി വരാനുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ മറ്റൊരു സഹോദരൻ പോയത് കണ്ണമംഗലത്തായിരുന്നു. അതൊക്കെ അവിടെ എന്താന്ന് പറഞ്ഞാൽ അവരൊക്കെ അനുഭവിച്ച ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. അത് ഓർമ്മിപ്പിക്കാനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു സഹോദരൻ കണ്ണമംഗലത്ത് ഓടിപ്പോയിട്ട് അവിടുത്തെ കൊടുങ്കാടുകളിൽ നിന്നിട്ട് അവിടെ താമസിച്ചിട്ട് അവിടിൻ്റെ ബാക്കിക്കാരാണ് കണ്ണമംഗലത്തു നിന്നും വന്നവർ. എന്നാലോ അതിനുശേഷവും എന്താണ് 1800 കാലഘട്ടത്തിലെ സംഘർഷം എന്താണ് പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. മലബാറിൽ എന്താന്ന് പറഞ്ഞാൽ 1921 മാത്രമൊന്നും കലാപം, ഇടയ്ക്കിടയ്ക്ക് കലാപം, എല്ലാ കലാപങ്ങളും നമ്മൾ പങ്കെടുത്തിരുന്നു. ഇതിൽ പാണ്ടിക്കാട്ടിൽ നിന്നും നാട് കടത്തിയ ആളുകളുണ്ട്, അന്തമാൻ ദ്വീപിലേക്ക് നാട് കടത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഒതുക്കുങ്ങലെ തേനുട്ടി എന്ന തൊഴിലാളി പ്രസ്ഥാന നേതാവുണ്ടായിരുന്നു. ജയിലിൽ ചാടിയിട്ട് പോരുകയാണ് 7 വർഷം കഴിഞ്ഞിട്ട്. പിന്നെ വീണ്ടും നാട്ടിൽ വന്നിട്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. കല്ലക്കയത്ത് നിന്ന് എന്താന്ന് പറഞ്ഞാൽ ചെവിടിക്കുന്നൻ അലവിയാക്കിയാണ് എന്താണ് ദ്വീപിക്ക് പോകുന്നത്. അവിടെ നിന്ന് എന്താണ് താമസിച്ചതിന് ശേഷമാണ് എന്താണ് കുറേ കാലം ജയിലിലും അവിടെയും താമസിച്ചതിന് ശേഷം തിരിച്ചു വരിക. അതാണ് കാളികാവിലെ മൊമാജൊക്കെ ആ ആളുകളുടെ ബാക്കിയാണ്. ഇപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ഞാൻ ആ ചരിത്രം നീട്ടി പറയല്ലോ, കാരണം സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. എനിക്കതൊക്കെ ഒന്ന് പറയണം, ഒന്ന് അയവിറക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ സമയം അനുയോജ്യമല്ല. പാണ്ടിക്കാട്ടിൽ നിന്നും അലവിയെ പിടികൂടിയിട്ട് ആൻഡമാൻ ദ്വീപിലേക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ ആ അലവി എന്താന്ന് പറഞ്ഞാൽ അലവിൻ്റെ പിന്തലമുറക്കാർ ഇന്നും വിൻ്റർലിയർ എന്ന സ്ഥലത്തുണ്ട്. ഇങ്ങനെയൊന്നും പറയാൻ ഒരാളെ കൊണ്ട് കഴിയൂല കേട്ടോ. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനും ഇങ്ങനെ പറയാൻ കഴിയില്ല, തലമുറകളെ പറയാൻ. എല്ലാ കുടുംബത്തിനും എന്താ പറയുള്ളൂ, ബാപ്പാനെ പറയാൻ പറ്റും, വല്ലിപ്പാനെ പറയാൻ പറ്റും, വല്ലിപ്പാൻ്റെ അപ്പാനെ പറയാൻ പറ്റും, എന്നാൽ അതിൻ്റെ അപ്പുറം പറയാൻ കഴിയൂല. ഇവിടെ അതാ 12 തലമുറ. ആ 12 തലമുറയ്ക്ക് മുമ്പ് എത്രയോ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം എന്താണെന്ന് പറഞ്ഞാൽ വെളിയങ്കോട് ഉമർ ഖാദിയുമായിട്ട് സമരസപ്പെട്ട് നികുതി നിഷേധ സമരത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങളുമായിട്ടുള്ള ഗാഢമായ ബന്ധമാണ് അത് സൂചിപ്പിക്കുന്നത്. അത്രയും പഴക്കമുള്ള നമ്മളെന്താന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസമാണ്. കാരണം എവിടെയൊക്കെ ഉണ്ട് നമ്മളൊന്നും നമുക്കേനെ അറിയില്ല. ഇപ്പോഴും കണ്ടെത്താൻ ബാക്കിയുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. പറപ്പൂർ പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് കുഴിപ്പുറത്തും ഇരിങ്ങല്ലൂരും അതുപോലെ തന്നെ പറപ്പൂരിലും കണ്ണമംഗലം പഞ്ചായത്ത് മേമാട്ടുപാറ അതുപോലെ തന്നെ എന്താണ് കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ സ്ഥലങ്ങളും എനിക്ക് അറിയില്ല. ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ നിറച്ചുണ്ട്. അവിടുന്ന് അങ്ങനെ പോയിട്ട് കോടൂരുണ്ട്, പൊന്മളയുണ്ട്, താനൂരുണ്ട്, കോഴിച്ചനുണ്ട്, വാളക്കുളമുണ്ട്. അത് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വേങ്ങരയുണ്ട്, ഊരകത്തുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ അയൽ ജില്ലകൾ ഏതൊക്കെ ജില്ലകളെന്ന് അറിയോ? തൃശ്ശൂർ ജില്ലയിലുണ്ട് ചവിടിക്കുന്നമാർ. ആരെയും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും വിളിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നും അട്ടപ്പാടിയിൽ നിന്നും പലരും എത്തിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പിന്നെ വയനാട് ജില്ലയിൽ നിന്നുള്ളവരുണ്ട്, അവരെത്തിയോന്ന് അറിയില്ല. തിരുവനന്തപുരം ജില്ലയിലുണ്ട് നമ്മുടെ ബാക്കിക്കാർ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരെങ്കിലും എത്തിയോന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അൻഡമാൻ ദ്വീപിൽ ആ പോരാട്ടം നടത്തിയ പിൻതലമുറക്കാർ ഇന്ന് 3-4 കുടുംബങ്ങളുണ്ട്. കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും വെറുതെ പറയില്ല. കാരണം ആൻഡമാൻ ദ്വീപുമായിൽ സെല്ലുലാർ ജയിലിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെവിടിക്കുന്നതിനും ഉണ്ട്. അതുപോലെ തന്നെ ബെല്ലാരി ജയിലിൽ അടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോഴും നമ്മുടെ കുടുംബമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സംഗമം നേരത്തെ തീരുമാനിച്ചിട്ട് ഇതുവരെ പങ്കെടുക്കാത്ത മുഴുവൻ ആളുകളെയും നമുക്ക് ഈ സംഗമത്തിൽ എത്തിക്കുന്നതിനുള്ളൊരു ശ്രമം നടത്തണം. എനിക്ക് പറയാനുള്ളത്, ഇതൊരു വല്ലാത്ത, നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആലിയാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പുണ്യമായ അമലാണ്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കുന്നതിനോടൊപ്പം പടച്ചോനുണ്ടാകും. കുടുംബബന്ധം മുറിക്കുന്നതിനോടൊപ്പം പടച്ചോൻ ഉണ്ടാകില്ല, പടച്ചോൻ്റെ സഹായം ഉണ്ടാവില്ല. കുടുംബത്തിലേക്ക് സ്വതക ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് 3 പ്രതിഫലമാണ്. അത് അയൽവാസം കൂടി ആയാൽ 3 പ്രതിഫലം കിട്ടും. കുടുംബബന്ധം ചേർത്ത പ്രതിഫലം കിട്ടും, അയൽവാസി കൊടുത്ത പ്രതിഫലം കിട്ടും, അതുപോലെ തന്നെ എന്താണ് പിന്നെ സ്വതക ചെയ്ത പ്രതിഫലവും കിട്ടും. വേറുള്ളവർക്ക് കൊടുക്കുന്ന മാതിരിയല്ല. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇനി കൊടുക്കുന്ന വേറൊരു കാര്യം, നമുക്ക് ഇപ്പോൾ ഇത്രയും നമ്മൾ സംഗമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും എല്ലാ കുടുംബങ്ങളും ഇതിൽ എന്താണ് റിലീഫ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആലിയാജി പ്രഖ്യാപിച്ച പോലെ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും നമ്മളൊരു നിശ്ചിത സംഖ്യ, അത് ഏറ്റവും അർഹരായവരോ എല്ലാ പ്രദേശത്തും നടന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ മാസം തോറും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കൂടിയ മുഴുവൻ കുടുംബങ്ങളും താല്പര്യപൂർവ്വം പങ്കെടുക്കണം. തങ്ങളുടേതായ സംഭാവന 10 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം കൊടുക്കുന്നതും 1 ലക്ഷത്തിൽ നിന്നും 10,000 കൊടുക്കുന്നതും 10,000-ൽ നിന്നും 1000 കൊടുക്കുന്നതും സമമാണ്. പടച്ചോൻ്റെ അടുത്ത് നിന്ന് ഒരേ പ്രതിഫല കിട്ടുക. അത് മനസ്സിലാക്കിയത്. എൻ്റെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മളതിൽ പങ്കാളികളാകരുത്. എന്താണോ കയ്യിലുള്ളത് ആ കയ്യിലുള്ളതിൽ നിന്നും ഒരു വിഹിതം നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി തരാൻ നമ്മൾ എന്താണ് തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു സ്വതക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സ്വതക്ക നമ്മളെന്താന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് പടച്ചോൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊടുത്താൽ നമ്മൾ എന്താണോ വരാൻ പോകുന്ന ബലാൽ മുസീബത്തുകൾ, രോഗങ്ങൾ, അതൊക്കെ തടഞ്ഞു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഏറ്റവും തിടുങ്ങിയ സമയത്ത് 1000 രൂപ കയ്യിലുണ്ട്, 1500 രൂപയുടെ എന്താണ് വളരെ അത്യാവശ്യമായ കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 രൂപ കൊടുത്താൽ പടച്ചോൻ തരുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടാകില്ല എന്ന്. നമുക്ക് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ ചരിത്രം, ഞാനിവിടെ അധ്യാപകൻ ജോലിയിൽ നിന്ന് വിരമിച്ച് നിൽക്കുന്ന ഞാൻ ഈ കുടുംബസംഗമം ഓർഗനൈസ് ചെയ്യുന്നിടത്ത് മാത്രം ഒരുപാട് എന്താണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത ആളാണ്. ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെ ഒരുപാട് ഉത്തരവാദിത്തമായിട്ട് നടന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനിടയിൽ
ഞാൻ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം എന്താന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെലവഴിക്കുന്നവർക്ക് പടച്ചോൻ കാണാൻ അറിയാതെ ഇങ്ങനെ കൊടുക്കുന്നു. അതിൽ യാതൊരു സംശയവും വേണ്ട. കുടുംബ ബന്ധം എന്താണ്? കുടുംബത്തിനെ അകമഴിഞ്ഞ് സഹായിക്കുക, അതോടൊപ്പം തന്നെ ഈ കുടുംബ ബന്ധം നിലനിർത്തുക. ഇത് നിലനിർത്താൻ വലിയ പണിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്തായിരിക്കും എന്താണ് പ്രശ്നങ്ങൾ കൂടുതൽ. വലിയ ഈഗോ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുക. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ പ്രീതിക്ക് വേണ്ടി, കാരണം കുടുംബ ബന്ധം നമ്മൾ മുറിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ അമലുകൾ സ്വീകരിക്കില്ല. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അങ്ങോട്ട് പൊന്തണം, പടച്ചോൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ, മേലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ഇബാദത്തുകൾ എന്താണ്, നമ്മൾ കുടുംബ ബന്ധം ചേർക്കണം. പിണങ്ങി നിന്നാൽ എന്താണ് പടച്ചോൻ അത് എന്താണ് ഇബാദത്ത് പോലും ചേർക്കില്ല. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി നമ്മളെന്താന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇവിടെ നിന്ന് നമ്മൾ ആവേശത്തോട് എന്താന്ന് പറഞ്ഞാൽ ഒളിച്ചോടിയാണ് പോയതെങ്കിൽ ഇന്ന് ഈ ഓഡിറ്റോറിയം നിലകൊള്ളുന്നത് പറപ്പൂർ പഞ്ചായത്തിലാണ്. ഈ പറപ്പൂർ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ പൂർവികന്മാർ വന്ന് താമസിച്ച ചെവിടിക്കയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടേക്ക് നമ്മൾ എന്താണ് വളരെ അഭിമാനത്തോടു കൂടി, ഐക്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി എന്താണ് പാണ്ടിക്കാട് നിന്നും അമ്പാട് നിന്നും എന്താണ് 6 or 7 ബസ്സിലും വാഹനങ്ങളിലുമായിട്ട് നമ്മൾ ഘോഷയാത്രയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഘോഷയാത്ര ജീവിത അവസാനം വരെ ഈ സന്തോഷം നിലനിർത്തണമെങ്കിൽ കുടുംബത്തിൻ്റെ ഈ ഐക്യം, കുടുംബത്തിന് വേണ്ടിയുള്ള ഈ ആത്മസമർപ്പണം ഇതുണ്ടായാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 14 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പലയിടത്തും എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ കൂടി വരികയാണ്. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എല്ലാവരും വിട്ടുവീഴ്ച ചെയ്ത് കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ക്ലാസ് എടുക്കേണ്ട അബ്ദുള്ള മുസ്ലിയാർ ഉടനെ എത്തും. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ സീറ്റുകളൊന്നും ഒഴിഞ്ഞു കിടക്കുക. എല്ലാവരും കാഴ്ചക്കാരായിട്ട് അവിടെ നിൽക്കല്ല, എല്ലാവരും ഒന്ന് കയറിയിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് വന്ന ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുടുംബസംഗമേ കാണുന്നുണ്ടാവുള്ളൂ. ഈ കുടുംബസംഗമം നടത്തുന്നതിന് വേണ്ടി ത്യാഗം അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഉള്ളം നിറയണമെങ്കിൽ നിങ്ങളൊക്കെ അവിടെ സീറ്റിൽ വന്നിരുന്ന ഈ ഓഡിറ്റോറിയം ഒന്ന് ഭംഗിയാക്കി തരണം. പുറത്ത് അകത്തുള്ളതിനേക്കാൾ പുറത്തിരിക്കുന്നുണ്ട്. അവരവസ്ഥ മാറ്റുക. ചെറുപ്പക്കാരോട് പറഞ്ഞത്, അവിടെ നിൽക്കുന്ന നിങ്ങളോടൊക്കെ തന്നെ, ഇവിടെയൊക്കെ ഒരുപാട് സീറ്റുണ്ട്, മുന്നിൽ കുറേ സീറ്റുണ്ട്, ഇവിടെ വന്നിരിക്കുക. എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സൂചിപ്പിക്കുകയാണ്. എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൂട്ടായ്മ എന്താന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത്രേ പറയാനുള്ളൂ. കാരണം ഏതൊന്നിൻ്റെ പേരിലാണോ നമ്മൾ ഭയപ്പെട്ടു പോയത്, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. നെഞ്ച് വിരിച്ചുകൊണ്ട്, കാരണം നമ്മുടെ സ്വഭാവം അതാണ്. കാരണം പറയാനുള്ളതൊക്കെ നേരത്തെ പറയും, നേരിട്ട് പറയുന്നൊരു സ്വഭാവമാണുള്ളത്. നെഞ്ച് വിരിച്ചുകൊണ്ട് എവിടെയും എന്താന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോടു കൂടി ഏതൊരു സ്ഥലത്തേക്കും കടന്നു വരാൻ പറ്റുന്ന തരത്തിലേക്ക് ഒളിച്ചോടേണ്ട, അല്ലെങ്കിൽ പേടിപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ കുടുംബസംഗമം മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് 11 കൊല്ലത്തിനിടയിൽ 7 സംഗമം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. കാരണം പരസ്പരം എന്താന്ന് പറഞ്ഞാൽ അറിയാതെ കിടന്നിരുന്ന നമ്മളെ മനസ്സിലുണ്ടായിരുന്ന നൊമ്പരങ്ങൾ, വിഷമങ്ങൾ, അത് നമ്മളിങ്ങനെ പേറി നടന്ന് ഒരു വേദി ഉണ്ടായപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരുമിച്ചിട്ടുള്ളത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കൂട്ടായ്മ നിലനിൽക്കണം. കൂട്ടായ്മ സജീവമാകണമെങ്കിൽ കുടുംബത്തിന് വേണ്ടി കൊല്ലത്തിലൊരിക്കലോ 1-2 പ്രാവശ്യം കൂടിയാൽ പോരാ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യോഗങ്ങൾ നടത്തിയാൽ പോരാ. റിലീഫ് പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തണം. വീണ്ടും എന്താന്ന് പറഞ്ഞാൽ അവനവൻ്റെ കഴിവിനനുസരിച്ച് ഇന്നിവിടെ നിന്ന് തീരുമാനിച്ച് എല്ലാവരും പോകണം. തങ്ങളുടേതായ ഒരു സംഭാവന ഈ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാകുമെന്ന ദൃഢനിശ്ചയമുണ്ട്. അതാകട്ടെ ഈ കുടുംബസംഗമത്തിൻ്റെ പ്രഖ്യാപനം, അതാകട്ടെ ഇതിൻ്റെ വിജയമെന്ന് സൂചിപ്പിക്കുക. വന്നെത്തിയ എല്ലാവരെയും
വളരെ സാഹസപ്പെട്ടാണ് എല്ലാവരും ഇന്ന് എത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുകയാണ്. അടുത്ത പ്രസംഗിക്കും. റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റു വേദിയിലും സ്റ്റേജിലുമുള്ള സഹോദരീ സഹോദരന്മാരെ, എനിക്ക് സംസാരിക്കാനൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്. അപ്പം ഞാൻ കാര്യമായ ഒരു ആശംസ മാത്രം നിർവഹിക്കുക എന്നുള്ളതാണ് ക്ഷണിച്ച സ്ഥിതിക്ക്. ഈ കുടുംബസംഗമത്തിൻ്റെ എല്ലാ യോഗങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, കുടുംബസംഗമം കൂടും, നമ്മളെ വയസ്സും കൂടുകയാണ്, കുടുംബസംഗമത്തിൻ്റെ എണ്ണം കൂടും, അതിനനുസരിച്ച് നമ്മളെല്ലാവരെയും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവിയിലും ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ ഇതിൻ്റെ ആളുകൾക്കെല്ലാം, ഭാരവാഹികൾക്കും മറ്റുള്ളവർക്കും നമുക്കെല്ലാം സർവശക്തനായ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ അസോസിയേഷൻ്റെ ട്രഷറർ ബാപ്പുട്ടി ആജി പാണ്ടിക്കാട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആലിയാജി കുഴിപ്പുറം, അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന മൂട്ടി ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എണീറ്റ് നിൽക്കുന്നത്. കാരണം നമ്മുടെ കുടുംബത്തിലെ 7ാമത്തെ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് സാധാരണ നമ്മളൊരു സംഗമം നടത്തുമ്പോൾ 3-4 മാസത്തെ ഒരുക്കങ്ങൾ കൊണ്ടാണ് നമ്മളത് നടത്തി പോരാറുള്ളത്. സമയമാണിത് ഈ ഒരുക്കങ്ങൾക്ക് വേണ്ടി ലഭിച്ചത്. ഉള്ള സമയം വെച്ച് എല്ലാ മേഖലകളിലും അതിൻ്റെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അതിന് വേണ്ട രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അൽഹംദുലില്ലാ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമായി ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ വിപുലമായ ചരിത്രം നമ്മുടെ മാഷ് നിങ്ങൾക്കിവിടെ പറഞ്ഞു. അത് നമ്മുടെ പാണ്ടിക്കാടുള്ള കുടുംബസംഗമത്തിൽ നമ്മളൊരു സുവനീർ ഇറക്കിയിരുന്നു. അതിൽ വ്യക്തമായി വളരെ വിശദമായ നമ്മുടെ ചരിത്രം അതിൽ ഉണ്ടായിരുന്നു. കൂടുതലായി ഒന്നും പ്രസംഗിക്കുന്നില്ല, കാരണം നമുക്കിവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. അതിന് കൊടുത്ത് നമുക്കൊരു ക്ലാസ് നടക്കാനുണ്ട്.
കുടുംബസംഗമത്തിൽ കുടുംബത്തിൻ്റെ എന്തിനാണ് ഈ കുടുംബസംഗമം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബബന്ധം പുലർത്തുക, നമ്മുടെ ഛിന്ന ഭിന്നമായി പോയ നമ്മളെ കുടുംബത്തെ ഈ രീതിയിൽ നമുക്ക് ഒരുമിച്ച് കിട്ടിയത് നിരവധി ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായാണ്. 2012 എൻ്റെ മോളുടെ വിവാഹ ദിവസം പാണ്ടിക്കാട് വണ്ടൂർ റോഡിലുള്ളൊരു മണ്ഡപത്തിൽ എന്നെ കാണാൻ വേണ്ടി ഈ ഭാഗത്ത് നിന്ന് ഒരു 8-10 പേര് വന്നു. അതിൽ നമ്മുടെ എളാപ്പാന്ന് വിളിക്കുന്ന അബ്രഹാംകുട്ടി ഹാജി, മാഷ്, ഇവർ പോലെയുള്ള നമ്മുടെ കല്ലകത്തുള്ള മറ്റ് കുറച്ച് എന്നോട് വളരാടുള്ള നമ്മുടെ അമ്മക്ക് പറഞ്ഞു, നിന്നെ കാണാൻ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെളിയിൽ വന്ന് ഇവരോട് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ചെവിടിക്കുന്നന്മാരാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് വന്നിട്ട്, അപ്പോൾ അവർ പൊട്ടിയെടുത്താലൊക്കെ പോയി അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അവിടെ നിന്നൊക്കെ എല്ലാം സംസാരിച്ചിട്ടാണ് പിന്നെ അവിടെ പാണ്ടിക്കാട് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ അവർ എൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി. തുടർന്ന് അങ്ങോട്ടുള്ള യോഗങ്ങളിൽ ഫസ്റ്റത്തെ യോഗം നമ്മുടെ പാരകൻ അബ്ദുറഹ്മാൻകുട്ടി എളാപ്പാൻ്റെ വീട്ടിൽ വെച്ച് നടക്കുകയും വിപുലമായി കുടുംബസംഗമം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തലപ്പാറയിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ കുടുംബസംഗമം നടക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് പാണ്ടിക്കാട്, വേങ്ങര, കണ്ണമംഗലം, മലപ്പുറം ടൗൺ ഹാളിൽ ഇങ്ങനെ പല ഭാഗത്തും നമ്മുടെ വിപുലമായ സംഗമങ്ങൾ, മുനമ്പത്ത് കോയ മോജിൻ്റെ വീട്ടിൽ, ഇങ്ങനെ പല ഭാഗങ്ങളിലായി ഇതിപ്പോൾ 7ാമത്തെ കുടുംബസംഗമമാണ് നടക്കുന്നത്. നമ്മുടെ ഈ കുടുംബസംഗമമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പിലുള്ള ഒരു പരസ്യത്തിൻ്റെ പേരിൽ വന്നതാണ് ഈ ഇത്രയും പേര്. ചെറുതായ യോഗങ്ങളെല്ലായിടത്തും നടത്തി, നമ്മൾ മീറ്റിങ്ങുകൾ നടത്തി അതിനുവേണ്ടി പ്രയത്നിച്ചു. പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പരസ്യങ്ങളുമൊക്കെ നടത്തി വലിയ ഇന്നിപ്പോൾ നമ്മുടെ പാണ്ടിക്കാട് മേഖലയിൽ നിന്ന് 7ഓളം ബസ്സുകളുടെ വന്ന് ഈ മണ്ഡപത്തിൽ നമ്മുടെ നല്ല പ്രാതിനിധ്യം എല്ലാവരും ഉറപ്പിച്ചു. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ കുടുംബസംഗമത്തിൽ എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതലായി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കുടുംബസംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് എല്ലാവരും ഈ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ ഒന്ന് സൗണ്ട് കമ്മിയാക്കുക, അതൊരു അഭ്യർത്ഥനയാണ്. പിന്നെ അതുപോലെ തന്നെ വാളണ്ടിയർമാർ ശ്രദ്ധിക്കുക, പുറത്ത് ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ മുന്നിൽ കുറച്ചും കൂടി സീറ്റുണ്ട്, അതൊക്കെ ഒന്ന് ഫുള്ളാക്കാൻ വാളണ്ടിയർമാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാല് കൊടുക്കേണ്ട കുട്ടികളുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മണ്ഡപത്തിൽ. പിന്നെ ഫീഡിങ് റൂമുണ്ട്, അത് അവർ പിന്നെ അതിന് വേണ്ടി അറിയിക്കുകയാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. കുട്ടികൾ കരയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് ഒരു അതിഥിയുണ്ട്. അപ്രതീക്ഷിതമായി വന്ന അതിഥിയാണ്. ദമാമിലെ വ്യവസായ പ്രമുഖനാണ് സാക്കി അബാദി. I very happily invite you to address these people. أعوذ بالله من الشيطان الغوي الرجيم. بسم الله الرحمن الرحيم. وصلى الله على سيدنا ونبينا محمد وآل بيته وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته. يسعدني أن أقف في هذا الحفل. وأرحب بكم جميعا، وخصوصا بالإخوان حنيفة وعلوي وحسين وأبوهم من قبل، فكانوا لي أخوة. ويسعدني ويشرفني كذلك أن أرحب بالجميع في هذا الحفل البهي. وشكرا لكم، والسلام عليكم ورحمة الله وبركاته. നമ്മൾ ക്ലാസ് എടുക്കേണ്ട ആൾ ഉടനെ ഇവിടെ എത്തും. അതിനു മുൻപ് ആശംസാ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്.
അടുത്തതായിട്ട് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാപ്പു കണ്ണമംഗലം. കണ്ണമംഗലത്ത് നമുക്കിപ്പോൾ നിലവിൽ 2 മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഇതിനു മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ മുൻ പ്രസിഡന്റ് മൂസാക്ക. ബാപ്പു കണ്ണമംഗലത്തെ ക്ഷണിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷൻ അഹമ്മദ് കുട്ടി മാഷർ, അതുപോലെ തന്നെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കുടുംബത്തിലെ അംഗമായ ആലി ഹാജി, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ബാപ്പുട്ടിക്ക, മറ്റുള്ള വേദിയിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സദസ്സിലുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, 2012 നമ്മൾ ആദ്യമായിട്ട് ഒരു കുടുംബ സംഗമം ഇവിടെ അരങ്ങേറിയത്. അതിനുശേഷം 7 പ്രാവശ്യം 2024 ആകുമ്പോഴേക്കും ഇത്രയും അധികം ഒരു സംഗമം ഒരു കുടുംബത്തിലെ ഒരു ആളുകളും നടത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളുമായിട്ടുമൊക്കെ വളരെ അടുപ്പം എല്ലാവർക്കുമായി, അതുപോലെ തന്നെ സ്ത്രീകളിലെ ഭാഗത്തു നിന്നും എല്ലാവരും നല്ലൊരു സഹകരണം, മൊബൈൽ നമ്പറൊക്കെ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു അവസരം ഉണ്ടാവണം. ഇപ്പോൾ ആർക്കും തന്നെ ₹1 മുടക്കില്ല. ഒരു മാസത്തിന് റീചാർജ് ചെയ്താൽ തന്നെ എത്രയും വിളിക്കാം എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം ടെലിഫോൺ നമ്പറൊക്കെ കൈമാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ കുടുംബബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള കുടുംബങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നിവിടെ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. 921 കാലഘട്ടത്തിൽ ഇരിങ്ങല്ലൂരിലും കുഴിപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി ജീവിച്ചിരുന്ന നമ്മൾ ബ്രിട്ടീഷുകാരുമായി ഉണ്ടായ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പലായനം ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേർപിരിഞ്ഞ നമ്മൾ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിന് ശേഷമാണ് ഏകദേശം 2012 നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ച് കൂടുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ യുവാക്കളും കാരണവന്മാരും ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും വളരെ ആദരവോടെയും അതിലേറെ ബഹുമാനത്തോടെയും നമ്മൾ മാഷ് എന്ന് വിളിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് കുട്ടി മാഷ് അവരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് 7ാമത്തെ കുടുംബസംഗമത്തിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കുടുംബത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് വെച്ച് കൊടുത്തു, വിവാഹപ്രായമായവരെ കല്യാണം കഴിക്കാനും മറ്റ് ആശുപത്രി ചെലവുകൾക്ക്, രോഗികൾക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ
ഐക്യത്തിലൂടെ മുന്നോട്ട് പോയാൽ തുടർന്നും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അതിനെല്ലാം അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. നമ്മുടെ ഇതിന് തുടക്കം കുറിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരുടെ എല്ലാം ബർസഖി ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ ദൗത്യം ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സദസ്സിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലെ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മാസ്റ്റർ അവറുകൾ തന്നെയാണ്. അദ്ദേഹം ഇതിന് തുടക്കം കുറിച്ച മുതൽ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാഷാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനും റിലീഫ് പ്രഖ്യാപനവും നടത്തുന്നത് ബഹുമാനപ്പെട്ട ആലി ഹാജി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. നമുക്ക് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ ഈ സംഗമ കൂട്ടായ്മയുടെ ഖജാൻജി കൂടിയായ ബാപ്പുട്ടി ഹാജി ആണ് പാണ്ടിക്കാട്. അതുപോലെ ബാപ്പു കണ്ണമംഗലം, തെന്നല മൊയ്തീൻകുട്ടി മാസ്റ്റർ, കോമുക്കുട്ടി കണ്ണമംഗലം, അസൈനാർ പാണ്ടിക്കാട് എന്നിവരാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലനാജി മുനമ്പത്ത് എല്ലാവരെയും, സദസ്സിലുള്ളവരെയും വേദിയിലുള്ളവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഹമ്മദ് കുട്ടി മാഷ് അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമ്മൾക്ക് ഈ സംഗമം നമ്മൾ നടത്താൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആലിഹാജി കുഴിപ്പുറാണ്, നമ്മുടെ ഉപദേശക സമിതി ചെയർമാനാണ്. ഈ സംഗമം മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന 2 സംഗമവും നടത്താൻ യഥാർത്ഥത്തിൽ കാരണക്കാരൻ ആലിഹാജിയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിനൊരു ഭാരിച്ച ചിലവ് വരും. അപ്പം അതിൽ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പണി എന്താന്ന് പറഞ്ഞാൽ ഈ സംഗമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു പണി മാത്രമാണ് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും മറ്റ് സംഗമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരെയും വിളിക്കാതെ മന്ത്രിമാരും MLA-മാരും തങ്ങന്മാരും ആത്മീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സംഗമങ്ങളിൽ. അതിന് വ്യത്യസ്തമായിട്ട് ആലിഹാജി കുഴിപ്പുറത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഫാമിലി അസോസിയേഷന് വേണ്ടി നൽകിയ മഹത്തായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ഉദ്ഘാടനം മാത്രമല്ല, നമ്മൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പൂർണ്ണമായിട്ടും 3 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, ഭാഗികമായിട്ട് കുറേ വീടുകൾ നിർമ്മിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷരെ, ചെവിടിക്കുന്നൻ ഫാമിലിയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കുടുംബസ്നേഹത്തിൻ്റെ അനുഗ്രഹീതമായ
മുബാറക്കായൊരു മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വിശുദ്ധമായ ചര്യയെ അനുധാവനം ചെയ്യുന്ന സിലത്തുർ റഹ്ം, കുടുംബബന്ധം ചേർത്തിരിക്കുക എന്ന ഒരു പുണ്യകർമ്മം ഈ ഒത്തുചേരലിൽ ഉണ്ട് എന്നതുകൊണ്ട് ഇതൊരു മുബാറക്കായ സദസ്സാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഇസ്ലാമിക സമൂഹം എന്നുള്ള നിലക്ക് നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ്, നിങ്ങളുടെ രക്തബന്ധം നിങ്ങൾ ചേർത്തിരിക്കണം. റഹം എന്നാണ് ശരിക്കും ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. റഹം, ഉലുൽ അർഹാം എന്നാണ് ബന്ധുക്കളെക്കുറിച്ച് ഖുർആൻ്റെ ശൈലി. ഉലുൽ അർഹാം, റഹം എന്ന ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. അപ്പോൾ ഉലുൽ അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഉണ്ടായ ഒരു രക്തബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഏതോ ഒരാൾ ഒരു വിവാഹം കഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരയാണല്ലോ വലിയ ഒരു സമൂഹമായി വലിയൊരു കുടുംബമായിട്ട് മാറാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തറവാട് പേരിലാണ് കുടുംബം അറിയപ്പെടുക. ഇപ്പോൾ ചൊവ്വടിക്കുന്നൻ എന്ന ഒരു തറവാട്ട് നാമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ ഈ തറവാടുകളുടെ പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെ ഏറെക്കുറെ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത അനുഭവം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫാമിലി നെയിം എന്ന് പറയും, നമ്മൾ കുടുംബ പേര്. ഈ ഫാമിലി നെയിം തറവാട്ട് പേരായിട്ട് വേറെ എവിടെയും അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ കാണാറില്ല. ലോകത്തുള്ള ആൾക്കാരൊക്കെ പാസ്പോർട്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെ പാസ്പോർട്ടിൽ മാത്രമാണ് ഈ കുടുംബ പേരുണ്ടാവുക, വേറെ ഉള്ളിലൊന്നും കുടുംബ പേരുണ്ടാവില്ല. അവരുടെ ഫാമിലികളെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു പിതാമഹൻ്റെ പേരിലാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ട ബനു ഹാഷിം എന്ന് പറയില്ല, റസൂലുള്ളാഹിൻ്റെ കുടുംബം ബനു ഹാഷിമാണ്. ആ ഫാമിലി അങ്ങനെയാണ്, ബനു ഹാഷിം. ബനു ഹാഷിം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹാഷിം എന്ന് പറയുന്ന ഒരു പുരാതന പിതാമഹൻ്റെ സന്തതി പരമ്പരകളാണത്. അതിൽ നിന്നുള്ള ഒരു ഫാമിലി ആരംഭിക്കുന്നത്. അങ്ങനെ അറബിയിൽ നിറയെ ഈ ബനു എന്നുള്ള പ്രയോഗമാണ്. ബനു സലമ അല്ലെങ്കിൽ ബനു മുത്തലിബ്, ഇങ്ങനെയാണ് അവർ പറയുക. മുത്തലിബിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഹാഷിമിൻ്റെ മക്കൾ, അബ്ദുമനാഫിൻ്റെ മക്കൾ, അങ്ങനെയാണ് പറയാം. അപ്പോൾ പിതാവിലേക്ക് ചേർത്തിയിട്ടാണ് ഇപ്പോൾ ബനു ഇസ്രായേൽ എന്ന് പറയും. ബനു ഇസ്രായേൽ, ഇസ്രയേലികൾ. ഇസ്രയേലികൾ എന്ന് പറയുന്ന ബനു ഇസ്രായേൽ ഇസ്രയേലിൻ്റെ മക്കളാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ പേരാണ്. അപ്പോൾ യാക്കൂബ് നബിൻ്റെ മക്കളാണ് ഇസ്രായേൽ വംശം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഇത് വരാൻ കാരണം പുരാതന കാലത്ത് ഇവിടെ ഇസ്ലാമിക സമൂഹം ഉണ്ടാകുന്ന അധികം കൺവെർട്ട് ചെയ്തിട്ടാണ്. കുറേ ആളുകളൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അറേബ്യയിൽ നിന്നും യമനിൽ നിന്നൊക്കെ കുടിയേറി വന്നവരുടെ തലമുറകളുണ്ടാവും. പക്ഷെ എന്നാലും അധികവും ഇവിടെ ഈ കൺവെർട്ട് ചെയ്ത്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന പുരാതനമായ വലിയ കുടുംബങ്ങളൊക്കെ മൊത്തം ഇസ്ലാമിലേക്ക് മാറിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത രീതി, മറ്റ് സമുദായങ്ങളുടെയൊക്കെ രീതി അവരുടെ തറവാട് ചേർത്ത് കണ്ട് പറയുന്നതാണ്. ഇല്ലങ്ങളൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നു, ഇല്ലങ്ങൾ. അപ്പോൾ ഇന്ന ഇല്ലം, ഇന്ന തറവാട്, ആ രീതിയിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മൾ മുസ്ലിം സമൂഹവും ഇങ്ങനെ മാറി വന്നപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു സമൂഹം ആരംഭിക്കുന്നത്. 2-3 കാര്യമാണ് ഞാൻ ഈ മഹത്തായ സദസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഇപ്പം നിങ്ങൾ കണ്ടെത്തിയ, യഥാർത്ഥം പറഞ്ഞ ഒരുപാട് 10 വർഷത്തിലേറെ, 10-12 വർഷമായിട്ട് ഇത് നിങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പല ഭാഗത്ത്, കേരളത്തിൻ്റെ പല ഏരിയയിലുള്ളവരെ കണ്ടെത്തി ഇതൊരു വലിയ സംഘമായി. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ചൊവ്വടിക്കുന്നം കുടുംബം എന്ന് പറയുന്നത് മേമാട്ടുപാറയിലാണ്. കാരണം ഞാനവിടെ 80കളിൽ 6-7 വർഷം ഖത്തീബായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ സാമൂഹിക കാര്യങ്ങളിലും ഡീപ്പായി ഇടപെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആ ഫാമിലിയിലുള്ള എല്ലാവരെയും, അന്നുണ്ടായിരുന്ന എല്ലാവരെയും എനിക്ക് ക്ലിയറായിട്ട് അറിയും. നേർക്ക് നേരെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ അറിയും. ബാക്കി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പല ഭാഗങ്ങളിലും ഒരുപാട് ഫാമിലികളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒത്തുചേരലിന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആധ്യാത്മികമായ വശമുണ്ട്. അതാണിപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് പറയാൻ പോകുന്നത്. ഒരു ആധ്യാത്മിക വശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ച് ആദ്യത്തെ സംഭവമാണ്.
ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവം, ഇഷ്യൂ എന്ന് പറയുന്നത് വഹി ലഭിച്ച സംഭവമാണ്. അത് കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്ന രംഗം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ജിബ്രീലിനെ കണ്ടുമുട്ടി. ജിബ്രീലാണെന്നൊന്നും അറിയില്ല. അതിൻ്റെ വലിയൊരു ടെൻഷനിൽ, വലിയൊരു ഭാരം വഹിച്ച് ബേജാറായി വിയർത്ത് മുങ്ങി വീട്ടിലേക്ക് വരികയാണ്. വീട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ സഹധർമ്മിണി മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്. പഴയ കാലത്ത് മക്കയിൽ പോയി ആളുകളൊക്കെ ആ വീട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ പരിസരങ്ങളൊക്കെ പൊളിച്ചുപോയി. ആ വീട് ശരിക്കും ഞാനും കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ ഖദീജ ബീവിയാണുള്ളത്. അപ്പോൾ റസൂൽ എവിടേക്ക് ഓടി വരികയാണ്. ആകെ അവശനായിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്, ശരിക്കും ബോധം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വിറച്ചു പോയിട്ടുണ്ട്. ഓടി വന്നിട്ട് കട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ പ്രിയപ്പെട്ട ഭാര്യ, റസൂലുള്ളാഹിനേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള, അന്ന് 55 വയസ്സ് പ്രായമുള്ള, തൻ്റേടിയായ കുലീനയായ ഖദീജ ബിന്ത് ഖുവൈലിദ് എന്ന് പറയുന്ന മാന്യയായ ഒരു സ്ത്രീയായിരുന്നു അവർ. അവർ റസൂലുള്ള കിടക്കുമ്പോൾ അവിടെ കട്ടിലിരുന്ന് ആ തലയെടുത്ത് മടിയിൽ വെച്ച് മുടിയിലൂടെയൊക്കെ ഇങ്ങനെ വിരലോടിച്ച് കോതി കൊടുത്ത് ഇങ്ങനെ സമാധാനം, അങ്ങനെയുള്ള ഒരു സാന്ത്വനപ്പെടുത്തൽ, സമാധാനിപ്പിക്കൽ, ഇതിലൊക്കെ ഇങ്ങനെ വിരലോടിച്ച് ഇങ്ങനെ ഒരു ശാന്തമായപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്താ സംഭവിച്ചത്? അപ്പോഴാണ് ഒരു ശ്വാസം വിടാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂല് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത്. എല്ലാം ശാന്തമായി കേട്ടിട്ട് അന്ന് ഖദീജ ബീവി പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇമാം ബുഖാരിയുടെ 1-ാമത്തെ ഹദീസാണ്. ബാബു കൈഫക്കാന ബദുൽ വഹി, വഹി എങ്ങനെ തുടങ്ങി എന്ന ഹദീസ്. അതിൽ പറയുന്നൊരു വാക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെ സമാധാനിപ്പിച്ചിട്ട് പറയുന്ന വാക്ക്, ഇന്നക തഹ്മിലുൽ കല്ല വതസിലുർ റഹ്മ വതഖിറുൽ ലൈഫ് ലാ യുഖ്സീകല്ലാഹു അബദാ എന്നാണ്. അത് നമുക്കൊരു പാഠമാണ്. ഖദീജ ബീവി പറയുന്നത്, നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നക തഹ്മിലുൽ കല്ല. ഉണ്ടായ സംഭവം എന്താണെന്ന് ഖദീജ ബീവിക്കും പിടുത്തൊന്നും കിട്ടിയില്ല. കാരണം ആ മലമുകളിൽ സംഭവിച്ചതാണ്. വളരെ ഒരു ഭയാനകമായ കാഴ്ചയാണ്. റസൂൽ വളരെ ടെൻഷനായിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതെന്തായിരുന്നാലും ഇന്നക തഹ്മിലുൽ കല്ല, ഇന്നക തഹ്മിലുൽ കല്ല, നിങ്ങൾ വീണുപോയ ആളുകളെ വഹിക്കുന്ന, അതായത് എഴുന്നേൽപ്പിക്കുന്ന, ഏറ്റെടുക്കുന്ന ആളാണ്. വീണുപോകുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് വീണുപോകാന്ന് നമ്മളെപ്പോഴാണ് പറയല്, അയാൾ പറ്റ തകർന്നു പോകുമ്പോഴാണ്. സാമ്പത്തിക പരാധീനതകൾ കൊണ്ടോ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ചില ആളുകൾ പറ്റ തകർന്നു പോകും, മാനസികമായിട്ട് തകർന്നു പോകും. അതിനാണ് വീണു പോകുക എന്ന് പറയും. അപ്പം ഈ തകർന്നു പോകുന്ന അന്നത്തെ അവസ്ഥയിൽ മക്കയിൽ അങ്ങനെ വീണു പോകുന്ന പാവങ്ങളായ ആളുകളെ, കഷ്ടപ്പെടുന്ന ആളുകളെ സാന്ത്വനിപ്പിക്കുന്ന, ഏറ്റെടുക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മക്കയിലെ ഒരേ ഒരാൾ തങ്ങളാണ്. കാരണം അന്നത്തെ മക്കയുടെ അവസ്ഥയിൽ ജനങ്ങൾ മുഴുവനും വളരെ മോശമായ, ക്രൂരമായ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കൊള്ളയുടെയും തട്ടിപ്പിൻ്റെയും വഞ്ചനയുടെയും എല്ലാ തിന്മകളുടെയും ഒരു ലോകമാണല്ലോ അന്നത്തെ മക്ക, ജാഹിലിയത്തിൻ്റെ മക്ക. ആ ജാഹിലിയത്തിൻ്റെ മക്കയിൽ ഒരു പാവപ്പെട്ടവന് അത്താണിയാകുന്ന ഒരു വ്യക്തി തങ്ങളാണ്. ഇന്നക തഹ്മിലുൽ കല്ല വത്തസിലുർ റഹ്മ, കുടുംബബന്ധം, അതായത് ബനു ഹാഷിമിൻ്റെയും ബനു മുത്തലിബിൻ്റെയും വലിയൊരു തലമുറ അവിടെയുണ്ട്, ഒരു സമൂഹമുണ്ട്. അവരുടെ രക്തബന്ധത്തിന് വില കൽപ്പിക്കുന്ന, ആ കുടുംബബന്ധത്തിന് വില കൽപ്പിക്കുന്ന, നീതിയുടെ വഴിയിൽ ആ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്ന ആളാണ് നിങ്ങൾ. കാരണം എല്ലാവർക്കും വിശ്വസ്തനായ, സ്വീകാര്യനായ, അൽ അമീനായ ആളാണ്. വതഖിറുൽ ലൈഫ, ഈ മക്കയിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ ളുയൂഫാണ് അവിടെ വരാനുള്ളത്. അവർക്ക് ആശ്രയമാകുന്ന, ബാക്കിയുള്ളവരൊക്കെ ളുയൂഫുകൾ വന്ന് അവരെ ചൂഷണം ചെയ്യാൻ നോക്കുന്നവരാണ്. ആ ചൂഷണത്തിൻ്റെ മക്കയിൽ അങ്ങനെ വരുന്ന ആളുകൾക്കൊരു ആശ്രയമാകുന്ന ആളാണ് നിങ്ങൾ. 3 ഗുണങ്ങളാണ് ഖദീജ ബീവി പറഞ്ഞത്. നിങ്ങളിലുള്ള 3 ഗുണങ്ങൾ. ഒന്ന്, നിങ്ങൾ പാപങ്ങളുടെ അഭയമാണ്.
രണ്ടാമത്തേത് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. മൂന്നാമത്തേത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ആശ്രയമാകുന്ന ആളാണ്. അത് മൂന്നൊന്ന് മക്കയിൽ പരിചയം ഇല്ലാത്തതാണ്. അതവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആ മൂന്ന് കാര്യം. പക്ഷെ ആ മൂന്ന് കാര്യം ഉള്ള ആളാണ് നിങ്ങൾ. അതായത് ഈ സൽഗുണങ്ങളുടെ ഖേദാരമാണ് നിങ്ങൾ. അതുകൊണ്ട് അതിനാൽ എന്നാണ് അതിനാൽ ലാ യുഖ്സിക അല്ലാഹു അബദ, അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തൂല. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അള്ളാഹു നമ്മെ പരാജയപ്പെടുത്താതിരിക്കണമെങ്കിൽ ഈ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ കുടുംബബന്ധം നിലനിർത്തുക എന്നത്, ഒന്നിച്ചു ചേർക്കുക എന്നുള്ളത് അള്ളാഹു നമ്മെ പരാജയപ്പെടുത്താതിരിക്കാനുള്ള ഒരു സബബാണ്, ഒരു കാരണം. അപ്പം അത് നാം ഊട്ടിയുറപ്പിക്കണം. ഈ കുടുംബം ഇപ്പം ഇന്ന് ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളും ഫാമിലി സംഗമങ്ങളും ഇതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എല്ലായിടത്തും ഒരു അങ്ങനെയുള്ള ഒരു വിഷയമായിട്ട് വരുമ്പോൾ പിന്നെ ഒരു ട്രെൻഡായി എല്ലാവരും നമ്മളെ ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ നമുക്ക് ഈ സംഗമം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് പ്രധാനം. ഇങ്ങനെയുള്ള ഈ കുടുംബബന്ധം ചേർത്താൽ, രക്തബന്ധം ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യാനാവും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം. അതായത് നമുക്ക് ഒരു തആവുനിൻ്റെ, സഹകരണത്തിൻ്റെ ഒത്തൊരുമ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ കാരണം എന്താ അറിയോ, നമ്മുടെ ഒരു പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് ചില ക്രമങ്ങളുണ്ട്, മുൻഗണനാ ക്രമങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വആതിദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബിനസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും ഒരു അനുഗ്രഹം, ഒരു ഐശ്വര്യം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായ ഒരു സെറ്റപ്പ്, കാരണം ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റൂല, എപ്പോഴാണ് പോകുകയെന്നും പറയാൻ പറ്റൂല. അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് ഭയങ്കരമായ ഡെവലപ്മെൻറ്റ് ഉണ്ടായിന്ന് വരും. അതിനൊരു നിമിഷം മതി, അല്ലെങ്കിൽ ഒരു ചെറിയ കാരണം മതി, നമുക്കത് പറയാൻ പറ്റൂല. ഓർക്കാപുരത്ത് കാണുന്ന ഒരാൾ വലിയ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും. ചിലപ്പോൾ ഭയങ്കര സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്ന ആളുകൾ അതേപോലെ ഓർക്കാപുരത്ത് തകർന്നും പോകാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കയ്യിൽ അല്ലാഹു തആല സമ്പൽ സമൃദ്ധി തന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ നമുക്കൊരു മുൻഗണനാക്രമം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തും മറ്റൊക്കെ പോയി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഞാൻ എപ്പോഴും, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള പ്രവാസികളായ നമ്മളെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് പൈസ കൊണ്ട് വരുമ്പോൾ അവർക്കത് അറിയില്ല എന്താ ചെയ്യേണ്ടി എന്നുള്ളത്. അപ്പോൾ ഒരു മുൻഗണനാക്രമമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ളതിന്, അതിൽ താല്പര്യമുള്ളതിന് പണം ചെലവഴിക്കും. അങ്ങനെയല്ല, നമ്മൾക്ക് അല്ലാഹു തആല ഒരു ക്രമം വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണ് വരുന്ന വരുമാനം, അതിൻ്റെ ആദ്യത്തെ ആവശ്യം, ഒന്നാമത്തെ ആവശ്യം നമ്മുടെയും നാം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഒന്നാമത്തെ. അത് കഴിച്ചിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ചെയ്യാതെ നമ്മൾ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, അതിന് കൊടുത്തു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ചെയ്യാൻ പാടില്ല. സ്വന്തം ചെലവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ അവശരായിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ കൊടുക്കണമെന്നില്ല. ഇല്ലെങ്കിൽ അവരും. പ്രധാനമായിട്ട് ഭാര്യയും മക്കളുമാണ്. നമ്മളുടെയും ഭാര്യ മക്കളുടെയും പിന്നെ മാതാപിതാക്കൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെയും, ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കലാണ് ഒന്നാമത്തെ ബാധ്യത. അതിൽ വീഴ്ച വരുത്തിയിട്ട് നമ്മൾ ആരും ഒന്നും പുറത്തൊന്നും ചെയ്യേണ്ടതില്ല. ഇത് കംപ്ലീറ്റ് ചെയ്യണം. വഴി അല്ലാഹു തആല നമുക്ക് തന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ സംതൃപ്തരാണ്. ഇഹലോകത്തെ നമ്മൾ സംതൃപ്തരാണ്. ഇനി തരുന്നത് എക്സസ് ആണ്, അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹ് പറയും പോലെ ചെയ്താൽ മതി. അതിനപ്പുറം നമ്മൾക്ക് ആവശ്യങ്ങളായല്ലോ. നമ്മുടെയും ആ ഭക്ഷണവും വസ്ത്രവും താമസവും ചികിത്സയും വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ഫണ്ട്, ഒരു വരുമാനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവിടെ അത് അൽഹംദുലില്ലാഹ് തന്നെ പറഞ്ഞു, അത് പൂർത്തിയായി. ഇനിയുള്ളത് എക്സസ് ആണ്. പിന്നെങ്ങനെ ബിസിനസ്സൊക്കെ ഉണ്ടാകുമ്പോൾ വരുമാനം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വആതിദൽ ഖുർബാ ഹഖ്ഖഹു എന്നാണ്. നിന്റെ അഖാരിബിന്, അതായത് നേരത്തെ പറഞ്ഞ ദവുൽ അർഹാം ബന്ധുക്കളിൽ നിന്ന്, അതിന് ക്രമമുണ്ട് കേട്ടോ, അടുപ്പത്തിന് ക്രമമുണ്ടല്ലോ. എല്ലാവരും ബന്ധം ഒരേ നിൽക്കല്ല. ഇപ്പോൾ മാതാപിതാക്കൾ, അത് കഴിഞ്ഞാൽ പിന്നെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അവരാണ് പിന്നെ അടുത്തവർ. പിന്നെ അതങ്ങനെ എളാപ്പ മുത്താപ്പന്മാർ, അമ്മാവന്മാർ, അങ്ങനെ അകന്നു പോകും. അപ്പോൾ
ഏറ്റവും നമ്മളെ അടുത്ത അകാരിബുകളിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലാണ് നെക്സ്റ്റ്. അതാണ്. അത് ചെയ്യാതെ, അതാണ് ഞാൻ പറഞ്ഞത്, അതും ചെയ്യാതെ നമ്മൾ പുറത്ത് വലിയ കാര്യങ്ങൾക്ക് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടാവില്ല. സ്വന്തം എത്രയോ നമ്മൾക്ക് അനുഭവങ്ങളുണ്ട്. സ്വന്തം എളാപ്പന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ, നമ്മൾ ഭയങ്കര സമ്പത്തൊക്കെ ആയി, പക്ഷേ ജ്യേഷ്ഠന്മാർ അവർ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അനിയന്മാരെങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അവരുടെ ഫാമിലി എങ്ങനെ ആയിക്കൊള്ളുന്നില്ല, എളാപ്പാൻ്റെ ഫാമിലി എങ്ങനെ ആയിക്കൊള്ളുന്നില്ല, മൂത്താപ്പാൻ്റെ ഫാമിലി എങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അമ്മാവൻ്റെ ഫാമിലി എങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അമ്മായി എങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ കുടുംബങ്ങളിൽ ആവശ്യക്കാരും ഭയങ്കര പ്രയാസപ്പെടുന്ന ആളുകളും ഉണ്ടായിരിക്കെ തന്നെ അത് പരിഗണിക്കാതെ നാട്ടിൽ ദൂർത്തടിക്കാനും ഫുട്ബോൾ ക്ലബിന് കൊടുക്കാനും മറ്റാവശ്യങ്ങൾക്ക് കൊടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനും ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കാനൊക്കെ പണം ചെലവഴിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അവരത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ധിക്കാരമായി പോകും. അള്ളാഹു അതിനല്ല ഈ സമ്പൽ സമൃദ്ധി തരുന്നത്. അത് അകാരിബിന് ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം. എന്നിട്ട് എക്സസ്, പിന്നെ എക്സസ് ഉണ്ടെങ്കിൽ പിന്നെ അകന്ന കുടുംബങ്ങളിൽ നമ്മളെ ബന്ധുക്കളിൽ ആർക്കാണോ ആവശ്യമുള്ള അവരെ സഹായിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെലവഴിക്കാം. മറ്റ് നാട്ടിലുള്ള മറ്റ് ഭാവങ്ങൾക്ക് കൊടുക്കാം, ഇബ്നു സബീൽ ആശ്രയമറ്റ ആളുകൾക്ക് കൊടുക്കാം. അങ്ങനെയാണ് അല്ലാഹു തആല അതിൻ്റെ തർത്തീബ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഈ കുടുംബ സംഗമത്തിൽ ഒത്തുചേരലിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും അതിൽ സഹായിക്കാനൊക്കെ കഴിയുമെന്നതാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്, നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഒരു കാര്യം, അങ്ങനെയുള്ളൊരു താവൽ, പരസ്പര സഹകരണത്തിൻ്റെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒത്തുചേരലിൻ്റെ ഒരു വലിയ കൂട്ടായ്മ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം നിങ്ങളോട് ഞാൻ പൊതുവെ എല്ലാ ഫാമിലികളോടും കുടുംബസംഗമങ്ങളിലൊക്കെ പറയാറുണ്ട്. ഒരു കുടുംബം ഉത്ഭവിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു വിവാഹത്തിൽ നിന്നാണ്. വിവാഹം വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. നമ്മൾ ലാഘവത്തോടെ കാണേണ്ട, നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല വിവാഹം. ഇപ്പം നമ്മൾ കല്യാണം ആലോചിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എല്ലാവരും ഏറെക്കുറെ പരാതികൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊന്നും നമ്മൾ പറയും പോലെയല്ല, അവർ സ്വയം തീരുമാനിക്കുകയാണ്, നമ്മളെ കൺട്രോളിലൊക്കെ എല്ലാ രക്ഷിതാക്കളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാമൂഹികമായ അവസ്ഥ, ഒരു ചേഞ്ച്, ഒരു സോഷ്യൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പം എന്തായിരുന്നാലും വരും, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും, എല്ലാ കാലവും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ വന്നാലും ഒരു ഫാമിലി സെറ്റപ്പ് നമ്മൾക്ക് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വൈവാഹിക കാര്യങ്ങളിൽ ഒരു ഫാമിലി സെറ്റപ്പ് വേണം. മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു നാട്ടിൽ ഇപ്പോൾ ഈ പള്ളി മദ്രസ അതൊക്കെ നടത്തിയിരുന്നത് കമ്മിറ്റിക്കാരല്ല. കമ്മിറ്റിക്കാരൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായതാണ്. കമ്മിറ്റി എന്നുള്ള ഒരു ശാസ്ത്രീയ സംവിധാനം. പഴയ കാലത്ത് കമ്മിറ്റിക്കാരൊന്നുമില്ല. പഴയ കാലത്ത് കാരണവന്മാരാണ്. ഒരു ഖാദിനെ നിയമിക്കേണ്ടത് കിതാബിലൊക്കെ പറയല് കാരണവന്മാരാണ്, കമ്മിറ്റിക്കാരല്ല ഖാദി നിശ്ചയിക്കുക. കാരണം അങ്ങനെ സമ്പ്രദായം ഇസ്ലാമിലില്ല. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു പിൽക്കാലത്ത് വന്ന ഒരു സിസ്റ്റം മാത്രമാണ്. അത് ഒരു ശറയ്യായി പിന്തുടരുന്നതല്ല. ശറയിലുള്ളത് കാരണവന്മാരാണ്. അതായത് ഒരു മഹലിൽ 2 or 3 വലിയ ഫാമിലികളുണ്ടാവും ഇതേമാതിരിയുള്ള. അപ്പോൾ 2 or 3 ഫാമിലികളിൽ ഓരോ ഫാമിലിയിലെയും മുതിർന്ന ആൾ, അതാണ് അതിൻ്റെ കാരണവർ എന്ന് പറയുന്നത്. ഓരോ കുടുംബത്തിലെയും മുതിർന്ന ആൾ. ഇപ്പോൾ 4 കുടുംബമുണ്ടെങ്കിൽ 4 കാരണവന്മാരുണ്ടാവും. 5 കുടുംബം ഉണ്ടെങ്കിൽ 5 കാരണവന്മാരുണ്ടാവും. ഈ കാരണവന്മാരാണ് കാര്യങ്ങൾ, ആ നാട്ടിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക, ആ മഹലിൻ്റെ കാര്യം തീരുമാനിക്കുക, പള്ളിൻ്റെ കാര്യം തീരുമാനിക്കുക, ഖാദിനെ നിയമിക്കുക, ഖതീബിനെ നിശ്ചയിക്കുക. ഇതൊക്കെ കാരണവന്മാരുടെ പണിയാണ്. എന്തുകൊണ്ടെന്ന് ആ സിസ്റ്റം, അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിൻ്റെ കാലം മുതലേ ഉള്ളതാണ് ഗോത്ര സിസ്റ്റം. ഇപ്പോൾ റസൂൽ ബദറിലേക്ക് പോകുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, സഹാബികളോട്, നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്യണം. അപ്പോൾ ഈ സഹാബികൾ എല്ലാവരും വന്നിട്ട് ബൈഅത്ത് അല്ല ചെയ്യാം, നേരെ മറിച്ച് അതിൽ ഔസ് ഗോത്രമുണ്ട്, അവരുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹു വരും. ഖസറജ് ഗോത്രമുണ്ട്, അവരുടെ നേതാവ് സഅദ് ഇബ്നു ഉബാദ വരും. ബനു നജാർ ഗോത്രമുണ്ട്, അവരുടെ ലീഡർ വരും. ഓരോ ഗോത്രത്തിൻ്റെയും കാരണവർ വന്നിട്ടാണ് റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്യുക. കാരണം കാരണവർ തീരുമാനിച്ചാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ തീരുമാനമാണ്, പിന്നെ അതിൽ വേറെ ആരും ഒന്നും പറയില്ല. ഒരു കുടുംബത്തിൻ്റെ കാരണവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ തീരുമാനമാണ്. അങ്ങനെയാണ് നമ്മൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മേമാട്ടാൻ നിൽക്കുന്ന സമയത്ത് അവിടെ 3-4 കാരണന്മാരാണുള്ളത്. 3-4 ഫാമിലികളുടെ കാരണം എനിക്കറിയാം, അവരുടെ തീരുമാനമാണ് തീരുമാനം. ഞാൻ അവരുടെ കാര്യങ്ങൾ പറയാറുള്ളത്. നിങ്ങളെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ തീരുമാനം തന്നെ, പിന്നെ അവിടെ വേറെ വർത്തമാനങ്ങളൊന്നുമില്ല, അതവിടെ നടപ്പിലായി. അത് കഴിയും നമ്മൾക്ക്.
അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയ കാരണവന്മാരുടെ സംവിധാനം നമ്മളെ തൊട്ടു മുമ്പുള്ള തലമുറയിൽ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ഫാമിലിയിലും അങ്ങനെ ഒരു കാരണവർ എന്നുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തിടത്തേക്ക് സാമൂഹികമായി ചേഞ്ച് വരുന്നുണ്ട്. ആരും ആരെയും പരിഗണിക്കാത്ത, ആരും ആരെയും കണക്കിലെടുക്കാത്ത ഒരു സമൂഹത്തിലേക്ക് അതിന് വരാൻ കാരണം ഈ കുടുംബ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമായി പോകുക. എല്ലാവരും നേരത്തെ പറഞ്ഞ അണുകുടുംബങ്ങളായി, എല്ലാവരും വീടെടുത്തു പോയി, എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കുന്നവരായി. അങ്ങനെ പോയതുകൊണ്ടാണ് ആ ബന്ധമില്ലാതെ പോയത്. നിങ്ങൾക്കറിയാലോ, പഴയ കാലത്ത് നമ്മൾ അങ്ങാടിയിൽ പോകുകയാണെങ്കിൽ പോലും ശ്രദ്ധിച്ചേ നടക്കുള്ളൂ. കാരണം എളാപ്പ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെ അമ്മോനെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ഒരു പേടി നമ്മൾക്കുണ്ടായിരുന്നു. അങ്ങാടി പോവുകയാണെങ്കിൽ കരുതിയാലേ നടക്കുള്ളൂ. കാരണം എവിടെയെങ്കിലും ചിലപ്പോൾ മൂത്താപ്പ ഉണ്ടാവും, അല്ലെ അമ്മ ഉണ്ടാവും. ഇന്നിപ്പോൾ ആര് മൂത്താപ്പുണ്ടായി, എളാപ്പുണ്ടായി, അമ്മ ഉണ്ടായി, ആർക്കപ്പയിൽ കാര്യങ്ങൾ ആരാ നോക്കാൻ പോകുന്നത്? ഇനി അവരെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിൽ വന്ന ചേഞ്ചാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഛിന്ന ഭിന്നമായി പോയതാണ്. ആളുകൾ മാത്രമല്ല, സമൂഹങ്ങൾ മാത്രമല്ല, കുടുംബങ്ങൾ പോലും ഒറ്റയായിട്ട് ഓരോരുത്തരും അവനവൻ്റെ കാര്യം എന്നുള്ളതിലേക്ക് പോയത് കൊണ്ടാണ് ആ ഒരു അവസ്ഥ ഉണ്ടായത്. നേരെ മറിച്ച് നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു കുടുംബം എന്നുള്ളതിലേക്ക് ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ അതിൽ ത്രാണിയുള്ള ആളുകൾ, അല്ലെങ്കിൽ തൻ്റെയുള്ള ആളുകൾ, അങ്ങനെ ഉണ്ടാവും. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദർ, തൻ്റെടികളായ ആളുകൾ. എല്ലാ കുടുംബത്തിലും കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, തൻ്റെടികൾ. അവരെന്താ തീരുമാനിക്കുന്നത് ആ കുടുംബത്തിൻ്റെ തീരുമാനമാവും. അപ്പോൾ നമുക്ക് വിവാഹ കാര്യങ്ങളിലും മറ്റൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയും. ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്, ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ നമുക്ക് പറ്റില്ല, ഇന്നത് നമ്മൾക്ക് പറ്റും എന്ന് തീരുമാനിക്കാനുള്ള ഒരു സംവിധാനം അതില്ലാതിരുന്നാൽ പ്രശ്നം എന്താ അറിയോ? ഞാൻ പറഞ്ഞു, ഒരു കുടുംബത്തിൻ്റെ ഒരു അടിസ്ഥാനം ഒരു വിവാഹമാണ്. ആ വിവാഹം അതിൻ്റെ വിശുദ്ധിയിൽ നിന്ന് പോയിപ്പോയാൽ ആ തലമുറകളെ ബാധിക്കുക. നമ്മളൊക്കെ ഒരു വിശുദ്ധമായ ബന്ധത്തിലൂടെയാണ് നമ്മളൊക്കെ ഈ ഫാമിലികൾ ഉണ്ടാകുന്നത്. നമ്മളെ മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു വിശുദ്ധമായ ബന്ധം. അങ്ങനെയുള്ള നിക്കാഹ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമികമായ ബന്ധമാണ്. അതിന് ശുറൂത്തുകളുണ്ട്, നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്, അതിന് മര്യാദകളുണ്ട്, അതിന് അദബുകളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ആ മര്യാദകളും അദബുകളൊക്കെ പാലിക്കുന്ന ഒരു വിവാഹം ഉണ്ടാവുകയും അതിൽ നിന്ന് അതറിയുന്ന ഒരു തലമുറ ഉണ്ടാവുകയും ചെയ്യാണ്. ഇന്നിപ്പോൾ ഞാൻ പലപ്പോഴും ഈ നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ ഇതുപോലെ ആളുകളോട് സംസാരിക്കാറുണ്ട്. നിക്കാഹിൻ്റെ സദസ്സാകുമ്പോൾ എല്ലാ ടീമും ഉണ്ടാവുമല്ലോ നിക്കാഹിന് വന്നാണ്. ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, ഈ നിക്കാഹ് ചെയ്യുന്ന കുട്ടി, ഈ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ നിക്കാഹ് കഴിക്കപ്പെടുന്ന ആ പെൺകുട്ടി, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് എന്തൊരു ഡയറക്ഷനാണ് ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്? എന്തൊരു നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾക്കൊക്കെ ഞാൻ പറയാൻ കഴിയും. നിക്കാഹ് ചെയ്യുന്ന ആ പ്രായത്തിലുള്ള, അതായത് ഒരു 22 23 വയസ്സുള്ള ആൺകുട്ടികളോ പെൺകുട്ടികൾ, ഒരു ഫാമിലിയെക്കുറിച്ച്, ഒരു കുടുംബജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം അവർ ആ സമൂഹത്തിൽ ഇടപെടേണ്ടത്, പെരുമാറേണ്ടത്, കുടുംബം എങ്ങനെ, എന്തെങ്കിലും ഒരു നിർദ്ദേശം, എന്തെങ്കിലും ഡയറക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടാനുള്ള വല്ല ചാൻസും ഉണ്ടോ? വല്ല സാധ്യതയുണ്ടോ? ഒന്നുമില്ല. ആരൊക്കെയോ കല്യാണം നിശ്ചയിക്കുന്നു, ആരൊക്കെയോ നിക്കാഹ് നിശ്ചയിക്കുന്നു, നമ്മളവിടെ ഇങ്ങനെ പോയി കൊടുത്ത് ചൊല്ലിക്കൊടുക്കുന്നു, അവരെ കേട്ടു പോകുന്നു. പിന്നെ അവരവരുടേതായ ലോകത്തേക്ക്. നിക്കാഹ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് അവർ യൂട്യൂബിൽ നോക്കും. അതപ്പോൾ ചെയ്യാം. യൂട്യൂബിൽ നോക്കിയിട്ട് എന്താണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ നിക്കാഹ് കഴിഞ്ഞാൽ ചെയ്യൽ. അപ്പോൾ അതുപോലെ അവരെവിടെയെങ്കിലും ഫോട്ടോഷൂട്ടിനോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവർ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ആരും അവരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ജീവിതം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ലൈഫിലേക്ക് കടന്നു പോവാണ്. ഭാവി എന്താ ചെയ്യാൻ പോകുന്നത് അവർക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാനുള്ള യൂട്യൂബാണ്. ഫുഡ് ഉണ്ടാക്കാൻ വരെ നമ്മൾ യൂട്യൂബല്ലേ നോക്കുന്നു. യൂട്യൂബിൽ നോക്കിയിട്ടല്ലേ മീൻ പൊരിക്കണത്. അപ്പോൾ എല്ലാം യൂട്യൂബാണ്. എല്ലാ കാര്യങ്ങൾക്കും യൂട്യൂബിൽ നോക്കിയിട്ട് അതിലെന്തൊക്കെയാണോ ചെറുപ്പക്കാർ ചെയ്യുന്നത് അതൊക്കെ ഇവർ ചെയ്യും. അപ്പോൾ നമ്മൾ നിസ്സഹാരം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫാമിലി, ഈ കുടുംബ സംഗമത്തിന് നിങ്ങളുടെ ഫാമിലിയിലുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക്, പുതിയ തലമുറകൾക്ക് ലൈഫിനെ കുറിച്ചുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പല ഫാമിലികളോട് പറഞ്ഞിട്ട് പലരും നടപ്പിലാക്കിയിട്ടുണ്ട്. ചില മഹല്ലുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു 18 വയസ്സിൻ്റെ മീതെയുള്ള പെൺകുട്ടികളെ, നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ മാത്രം അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് എന്താണ് ലൈഫ്, എന്താണ് നമ്മുടെ ഭാവി ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ വിവാഹം, നമ്മുടെ ഫാമിലിയുമായിട്ട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ ബന്ധുക്കൾ, അവരൊക്കെയുള്ള ഒത്തുചേർന്ന അങ്ങനെയുള്ള വിവാഹം എന്നൊക്കെ പറയുന്നു. അവരൊക്കെ ഇഷ്ടപ്പെടുന്ന, അവർ സന്തോഷിക്കുന്ന ആ ഒരു രീതിയിൽ ഒരു വിവാഹം, എന്നിട്ട് ആ വിവാഹത്തിൻ്റെ ഭാവി ജീവിതം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ശരിയായ ഡയറക്ഷൻ കൊടുക്കാൻ
കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ആൺകുട്ടികൾക്ക് ഒരു 20 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികൾ, ആ പ്രായത്തിലുള്ള 20-25 വയസ്സിൻ്റെ ഇടയിലുള്ള ആൺകുട്ടികളെ വിളിച്ചു വരുന്ന ശരിക്കും അവർക്കൊരു മോട്ടിവേഷൻ, ലൈഫിനെ കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻ, ജീവിതത്തെക്കുറിച്ചുള്ള മോട്ടിവേഷൻ. എന്താണ് ഈ സമൂഹത്തിൽ നമ്മുടെ ദൗത്യം? പഴയ കാലമല്ല, പഴയ തലമുറയിൽ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിച്ചത് അതുപോലെ ഇനി ജീവിക്കാൻ പറ്റൂല. ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പണ്ട് നമുക്ക് എന്തും ചെയ്യാമായിരുന്നു. കാരണം നാടുകളിലൊക്കെ നമ്മുടെ രീതി അങ്ങനെയാണ്. നമ്മൾ പറയുക, നമ്മൾ ചെയ്യുക, ആളുകൾക്ക് അംഗീകരിച്ച് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ കാലഘട്ടം ചേഞ്ച് ആവുകയാണ്. അപ്പം നമ്മളൊരു സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കണം? നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സമയം ഇടപെടുക, നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ദൗത്യം എന്താണ്? മഹല്ലുകളിലൊക്കെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ? പല മഹല്ലും നിങ്ങൾക്കറിയാം, പല ആളുകളും മഹല്ലിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ എനിക്കറിയാം, അവർ മഹല്ലിൻ്റെ ഭാരവാഹികളായിട്ടും ഉത്തരവാദപ്പെട്ട ആളുകളായിട്ട് പല മഹല്ലുകളിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ആ സമൂഹത്തെ എങ്ങനെയാണ് നമ്മൾ സഹകരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡയറക്ഷൻ നമ്മൾക്കിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങളൊരു വർഷത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരു വർഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഒരു വർഷത്തിൽ ചെയ്യാവുന്ന ഇതുപോലെയുള്ള തലമുറകൾക്ക് നൽകേണ്ട സന്ദേശങ്ങൾ നൽകുന്ന ക്യാമ്പുകളായിട്ട് തന്നെ സംഘടിപ്പിക്കുക. എവിടെയെങ്കിലും നല്ല രസകരമായ സ്ഥലത്ത്, ഉല്ലാസപൂർണ്ണമായ സ്ഥലത്ത് അവരെ ക്യാമ്പായിട്ട് സംഘടിപ്പിച്ചാൽ അവർക്കത് ഭയങ്കര മോട്ടിവേഷനാവും. 1-2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായാൽ മതി. അതുവഴി ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പോൾ ഒരു ഒഴുക്കാണ് നമ്മൾ ജീവിതം എന്ന അശ്രദ്ധമായൊരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ്. എല്ലാവരും എങ്ങനെ ചെയ്യുന്നു അതുപോലെ നമ്മൾ ചെയ്യും. മറ്റുള്ളവർക്ക് എന്താ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒരു അനുകരണം മാത്രമാണ്. അങ്ങനെയാണ് പുതിയ പുതിയ പല കാര്യങ്ങളുണ്ടാകുന്നത്. അവർ ചെയ്തു, അപ്പോൾ ഇവരും ചെയ്യും. ഒരു വിവാഹം അനുബന്ധിച്ചോ അല്ലെങ്കിൽ കുടുംബത്തിൽ സാമൂഹ്യാചാരം അനുബന്ധിച്ച് എന്തെല്ലാം അനാവശ്യമായ മാമൂലുകൾ, പണം ധൂർത്തടിക്കുന്ന വേണ്ടാത്തരങ്ങൾ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാനീ പറഞ്ഞ പോലെ അക്കാരിബിനും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ചെലവഴിക്കുന്നതിന് വെറും ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിക്കുകയാണ്. ഇസ്രാഫ്, അതാണ് ആയത്തിൻ്റെ അവസാനമുള്ളത്. വലാത്തു ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തിൻ. സമ്പത്ത് ധൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ കൂട്ടാളികളായിരിക്കും. നമുക്ക് പറയാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുകയാണ്, ഇവിടെ 15 ലക്ഷം റുപ്യ ചിലവാക്കാണ്ട് ഒരു മുട്ടായി കൊടുക്കാനുള്ള പരിപാടി ഉണ്ടാവില്ല എന്നാണ് തീർത്ത് പറയാൻ കഴിയണം. കാരണം 15 ലക്ഷം റുപ്യ മുട്ടായിക്ക് ചിലവാക്കാനുള്ള അല്ലാതെ അതിന് പല ആവശ്യങ്ങളുണ്ട്. നമ്മൾ ഫാമിലിയിൽ ആവശ്യക്കാരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, രോഗികളുണ്ട്, ചികിത്സ ആവശ്യമുള്ളവരുണ്ട്, വിദ്യാഭ്യാസ ആവശ്യമുള്ളവരുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ മുട്ടായിക്ക് വേണ്ടി ചിലവാക്കാനുള്ളതാണോ 15 ലക്ഷം? അപ്പോൾ ഇതുണ്ടാവില്ല എന്നാണ് തീരുമാനിക്കാനുള്ള അതിനുള്ള തൻ്റെ ഇടമെന്ന് പറയാം, ഒരു തീരുമാനിക്കാനുള്ള തൻ്റെ ഇടം. അപ്പോൾ സമൂഹത്തിൽ അത് വലിയൊരു ചേഞ്ചാവും. അപ്പോൾ ഇവരൊന്നും ഇല്ല, ബാക്കിയുള്ളവർ ഒഴിവാക്കും, നമുക്കായിട്ട് ഇന്നത് വേണ്ട എന്ന് പറയും. അപ്പം മറ്റൊരു അങ്ങനെയുള്ള ഏത് കാര്യം വേണമെന്നൊരു കൂട്ടർ പറയുമ്പോൾ അതിനനുസരിച്ച് ഒരാൾക്ക് വേണമെന്ന്, അപ്പോൾ അത് സമൂഹത്തിൽ വ്യാപകമാവും. ഒരു കൂട്ടർ വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ മറ്റുള്ളവർ വേണ്ടെന്ന് വെക്കും. അങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഒരു കാലഘട്ടം എനിക്കറിയാം, 90കളിൽ സ്ത്രീധന എന്നൊരു സമ്പ്രദായം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ ഖത്തീബും നിക്കാഹ് ചെയ്തിരുന്ന കാലത്ത് കണിശമായിട്ട് കല്യാണ നിശ്ചയത്തിൻ്റെ ഒരു സദസ്സിലും അന്ന് അങ്ങനെയുള്ളൂ, എത്ര കൊടുക്കാമെന്ന് തീരുമാനിക്കുക, അതാണ് നിശ്ചയം എന്ന് പറഞ്ഞാൽ. എത്ര റുപ്യ കൊടുക്കും, എത്ര സ്വർണം കൊടുക്കും, ഒരു പവനൊക്കെ വേണ്ടിയിട്ട് തെറ്റിപ്പോയ നിശ്ചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിനെതിരിൽ 4-5 കൊല്ലം പോരാടിയതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിട്ട് മേമാട്ടുപാറ പള്ളിയിൽ ഞാൻ ഖത്തീബായിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ഒരു വൃദ്ധനായ മനുഷ്യൻ വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എടക്കാപുരമെന്ന് എന്നാൽ നല്ല റോഡില്ല, നമ്മൾ പിന്നെ ഒരുക്ക ശ്രമദാനാക്കിയാണ് ആ റോഡുണ്ടാക്കിയത്. അന്ന് ഒരു തരം കുണ്ടുകുഴിയൊക്കെയാണ്. അതിലൂടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ വടിയും കുത്തിയിട്ട് വിയർത്തൊഴുകി എൻ്റെ പള്ളിയിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ജുമാൻ്റെ മുമ്പ് ശ്വാസം കിട്ടുന്നില്ല, അയാൾക്ക് സംസാരിക്കാൻ വയ്യ, വയസ്സനാണ്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അയാളുടെ പേരക്കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പേരക്കുട്ടിനെ, യതീമായ പേരക്കുട്ടിനെ. ആ കുട്ടിക്ക് കല്യാണം കഴിച്ച ചെറുപ്പക്കാരന് എത്ര റുപ്യ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2-3 ലക്ഷം റുപ്യ. അത് ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു കൊല്ലം കഴിഞ്ഞു. പോലീസ് തിരക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പിരിവിന് വന്നതാണ് അയാൾ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ആ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ എന്താ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഓൻ വെള്ളോമ്പുറത്ത് അവിടെ എവിടെയുള്ളതാണ്. ഓൻ ചെറുപ്പക്കാരനല്ലേ, അപ്പോൾ അത്യാവശ്യം ഓൻ പണിക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എത്ര ലക്ഷം റുപ്യങ്ങൾ അവന് കൊടുക്കാനുള്ളത്, ഇത്ര പൈസ ഉണ്ട്, അവനോട് അടുത്ത വെള്ളിയാഴ്ച വരാൻ പറയാം. ആ ചെറുപ്പക്കാരനോട് നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരാൻ പറയും. അപ്പോൾ അയാൾ ചോദിച്ചാൽ ഇതിപ്പോൾ അയാൾ അമ്പരന്ന് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടണ്ട,
അവനിപ്പോൾ 1,00,000 റുപ്യ കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ എത്ര പള്ളിക്കൽ പിരിവെടുക്കണം 1,00,000 ആകണമെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ 500-600 റുപ്യ. നിങ്ങൾ അവനോട് വരാൻ പറയും. അവനെ നമ്മുടെ ജുമാൻ്റെ ശേഷം പള്ളിയിൽ നിർത്തും. എന്നിട്ട് ഞാൻ പറയും, ഈ ചങ്ങാതിക്ക് ഇവർ 1,00,000 റുപ്യ കൊടുക്കാണ്ട് ഇവ ഒരു കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഓൻ നേരിട്ടാണ് പിരിവെടുത്താൽ മതിയല്ലോ. ഈ സാധനം കൊണ്ട് പിരിപ്പിക്കണം. ഓന് കിട്ടാനുള്ള പൈസ അല്ല, ഓനെ നേരിട്ടാണ് പിരിപ്പിക്കാലോ അല്ലേ? എത്രമാത്രം ലജ്ജാകരായിരിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പിന്നെ ഇയാൾ ആ ഫാമിലി ചെന്നാണ് ഈ വിഷയമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഗൗരവത്തിൽ പറഞ്ഞ ആകെ പ്രശ്നമായി. ഏതായിരുന്നാലും അയാൾ രക്ഷപ്പെട്ടു ഓരോ ചുരുക്കത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർക്കണം. അതിൻ്റെ അപമാനവും നാണക്കേടും ആലോചിച്ച് പറഞ്ഞാണ് ജനങ്ങളത് ഒഴിവാക്കിയത്. ഇപ്പം ആരും ചോദിക്കണില്ലല്ലോ. എൻ്റെ മഹലിൽ ഒരു കല്യാണ നിശ്ചയത്തിന് വന്നിട്ട് കാരണന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എന്ന കല്യാണം നിശ്ചയിക്കല്ലോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല ബല എന്താ കൊടുക്കുകയെന്ന് ഒന്ന് അറിയാമെന്ന്, എന്നിട്ട് നിശ്ചയിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾ ഭയങ്കര സന്ധ്യ പോയിക്കൊള്ളിയാണ്. മാർക്കറ്റിലാണ് കച്ചവടം നടത്തൽ, ഇവിടെ പള്ളിക്കൽ കച്ചവടം പറ്റൂല. ഇതൊരു കച്ചവടമല്ലേ, ഒരു പെൺകുട്ടി കെട്ടിക്കാരൻ്റെ കച്ചവടമാണ്. ഇത്ര റുപ്യ കൊടുക്ക്, ഇത്ര പൈസക്ക് ഇത്ര ആഭരണത്തിന് കച്ചവടമാണത്. അതിന് നിങ്ങൾ സന്ധ്യ പോയിക്കൊള്ളി, ഇവിടെ പറ്റൂല. ഒരിറങ്ങി പോകേണ്ടി വന്ന്. ഞാൻ ആ കർക്കശ രീതി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ ഇന്ന് ആരും ഒരു കല്യാണ നിശ്ചയത്തിന് വേണ്ടി എന്ത് കൊടുക്കുന്നൊന്നും ആരും ചോദിക്കില്ല. ആ അവസ്ഥയ്ക്ക് എത്തിച്ചു വന്നു. അപ്പോൾ നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. എന്ന മാതിരി നമ്മൾ ഈ അനാവശ്യമായ ദൂർത്ത് ഒഴിവാക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കാൻ കഴിയും. നമ്മളെ ഫാമിലികളിൽ അങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല. പണം ദൂർത്തടിക്കുന്ന വേസ്റ്റാക്കുന്ന, അതായത് അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത പണി ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ കഴിയില്ല നമുക്ക്. പക്ഷെ അത് എളുപ്പമല്ല. നമ്മളെന്ത് ചെയ്യണം, എല്ലാവരും പ്രത്യേകിച്ച് പുതിയ തലമുറയെ നമ്മൾ ബോധവൽക്കരിച്ച് അവർക്ക് ശരിയായൊരു മോട്ടിവേഷൻ കൊടുത്ത് ലൈഫിനെ കുറിച്ചുള്ള ശരിയായൊരു കാഴ്ചപ്പാട് കൊടുത്ത് അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പം നിങ്ങളെ കൂട്ടായ്മക്ക് അങ്ങനത്തെ ഒരു പ്രോജക്റ്റും കൂടി ഇതിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധ്യത നമ്മളെ ചെറുപ്പക്കാർക്ക് എന്ത് കൊടുക്കാൻ കഴിയും നമ്മൾക്ക്? അവർക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്ത് കിട്ടണം? അപ്പോൾ അവരെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അവരെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അവരുടെ ഒരുപാട് സാധ്യതകളിലാണ്. വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ലോകമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആ ഫീൽഡിലുള്ള ആളുകളുണ്ടാവും. ഒരു ഫാമിലിയിൽ എല്ലാ കഴിവുള്ളവരുണ്ടാവും. അധ്യാപകന്മാരുണ്ടാവും, പിന്നെ എഡ്യൂക്കേറ്റഡായ ആളുകളുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, വലിയ പണക്കാരുണ്ടാവും, പല ഐറ്റ ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ കഴിവുകളും ഷെയർ ചെയ്യാം. നിങ്ങളെ ഫാമിലിയിൽ ഒരാൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാം. പൈസ മാത്രമല്ല ഷെയർ ചെയ്യാനുള്ളത്, അറിവുകൾ ഷെയർ ചെയ്യാൻ നമുക്ക്, നമ്മുടെ സ്വാധീനങ്ങൾ ഷെയർ ചെയ്യാം അല്ലേ? ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെ സഹായിക്കാൻ പൈസ അല്ല ആവശ്യം വരിക, ഒരു സപ്പോർട്ടായിരിക്കും, ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു റെക്കമെൻഡ് ആയിരിക്കും ആവശ്യം വരിക. നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾക്ക് എന്താണോ അള്ളാഹു നമ്മളെ ഹല്ലിൽ തന്നിട്ടുള്ളത് അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പോഴാണ് ഈ കുടുംബബന്ധത്തിന് അതിൻ്റെ വിലയുണ്ടാകുക, അതിൻ്റെ നിലനിൽപ്പുണ്ടാകുക. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള നല്ല ഒരു കൂട്ടായ്മയാണ് ഈ കുടുംബസംഗമങ്ങൾ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒത്തുചേരലിന് അതിൻ്റേതായ ഒരു ഫലം, അതിൻ്റെ ഒരു ശേഷം കിട്ടുന്നതിൻ്റെ ഫലം എന്താണെന്നുള്ളത് കൂടി നിങ്ങളെ വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഹൃസ്വമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ രാവിലെ പാണ്ടിക്കാട് നിന്നും മമ്പാട് നിന്നൊക്കെ പുറപ്പെട്ടവരാണ് ഈ ഓഡിറ്റോറിയത്തിൽ ആദ്യം എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവർക്ക് വിശന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ളവരൊക്കെ അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആദ്യം സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഓഡിറ്റോറിയത്തിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നമസ്കരിക്കാനൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ ചടങ്ങ് ഇനി വല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. 1-2 ആശംസകൾ കൂടി അർപ്പിക്കുകയാണ്. എന്നാലും വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഓഡിറ്റോറിയത്തിലുള്ളതിൻ്റെ ഇരട്ടി പുറത്ത് പല ആവശ്യങ്ങൾക്കുമായിട്ട് അങ്ങനെ കറങ്ങുകയാണ്. കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് കുടുംബസംഘം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. ഈ 75 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വിദ്യാർത്ഥി, യുവജന, പ്രവാസി സംഘമുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ചെവിടിക്കൻ
ചെവിടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ മാത്രമല്ല, ഇതിന് യൂത്ത് വിങ് ഉണ്ട്, ഗൾഫ് കമ്മിറ്റി ഉണ്ട്, ഉപദേശക സമിതി ഉണ്ട്, രക്ഷാധികാരികളുണ്ട്, മസലത്ത് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ആരംഭ ശൂരത്വം എന്ന നിലയിൽ പലതും നന്നായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമം കഴിഞ്ഞതിന് ശേഷം എല്ലാ വിഭാഗങ്ങളും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയും പുനഃസംഘടനയും ഒക്കെ വേണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചവരെയുള്ള സംഗമം, ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമമുണ്ട്. അത് ഇതുവരെ നമ്മൾ വെക്കാത്തതാണ്. കാരണം 11 വർഷത്തിലൂടെ നമ്മൾ നേടിയെടുത്ത കഴിവുകൾ അല്ലെങ്കിൽ സംഘാടന തികവ്, കാരണം അവർ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്, യുവാക്കൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്, അതൊക്കെ ഒന്ന് പ്രകടമാകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണം. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ അവിടെ കുറച്ച് തിരക്കുണ്ടാവും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലേറെയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജസീറ ഓഡിറ്റോറിയത്തിൽ നിന്ന് പറഞ്ഞിരുന്നു, അടുത്ത സംഗമം നമുക്ക് വലിയ പന്തലിട്ട് പുറത്ത് നടത്തണം. കാര്യങ്ങൾ എത്തിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 1 മാസം മുമ്പാണ് ഇതിന് തീരുമാനമാകുന്നത്. ക്രിസ്മസ് വെക്കേഷനിൽ തന്നെ നടത്തേണ്ടിയും വന്നു. പിന്നെ ഒരു വെക്കേഷനിലല്ലേ എല്ലാവർക്കും ഇങ്ങനെ ചേരാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവും. അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് നടത്തിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത സംഗമം വിപുലമായിട്ട് വലിയ പന്തലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആൻഡമാൻ ദ്വീപിലും പാകിസ്ഥാനിലുള്ള ആളുകളെ വരെ എല്ലാവരെയും തേടി പിടിക്കുന്ന ഒരു 4 മാസം മുമ്പ് പ്രഖ്യാപിച്ച് വലിയൊരു സംഗമം നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വലുതല്ലാത്തതുകൊണ്ടല്ല, 2000 ആളുകൾക്കുള്ള 2250 ആളുകൾക്കുള്ള ഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് നമ്മുടെ ആളുകൾ എത്തിയിട്ടുണ്ട്. വന്നവരെ വളരെയധികം പ്രശംസിക്കുകയാണ്. കാരണം ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഇവിടെ മുസ്തഫ സൂചിപ്പിച്ച പോലെ, മറ്റുള്ളവർ സൂചിപ്പിച്ച പോലെ പലരും ഇന്ന് നമ്മളൊപ്പം ഇല്ല. ഇവിടുത്തെ ആ ബുക്കിലെറ്റിൽ രക്ഷാധികാരികളായിട്ട് 25 പേരെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അവരൊക്കെ 4 or 5 പേരൊഴിച്ച് ബാക്കി ആരും നമ്മോടൊപ്പം ഇല്ല. അത് 2016 രക്ഷാധികാരികളാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഉസ്താദ് പറഞ്ഞ ആ സന്ദേശം, കുടുംബബന്ധം ചേർക്കുക, കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പം ഇങ്ങനെ എന്താന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചോൻ അതിൻ്റെ 10 ഇരട്ടി തരും. കോരുന്ന കിണറ്റിലേ തെളിഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് കൊണ്ടുപോകണം. എന്തൊക്കെയാണ് നമുക്കിതിൽ ഈ രംഗത്ത് പോരായ്മകളുണ്ട് അതൊക്കെ ചർച്ച ചെയ്യണം. എന്തൊക്കെ മികവുകളാണുള്ളത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വേണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 1-2 ആശംസ കൂടി. ഭക്ഷണം കഴിക്കാനുള്ളവരൊക്കെ കഴിച്ചോട്ടെ. ഓഡിറ്റോറിയം നിറഞ്ഞപ്പോൾ തന്നെ അതിനേക്കാൾ ഇരട്ടി ആളുകൾ പുറത്തുണ്ട്. ഇപ്പോൾ ഭൂരിഭാഗവും പുറത്തു തന്നെയാണ്. കാരണം ഭക്ഷണത്തിനും അതുപോലെ തന്നെ നമസ്കാരത്തിനും വേണ്ടി പോയതാണ്. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇതിൽ സജീവമായ സാന്നിധ്യമാണ് അസൈൻ പാണ്ടിക്കാട് ഭാഗത്ത്. നമുക്ക് എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മക്ക് ആക്കം കൂട്ടിയ ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട അസൈനാർ പാണ്ടിക്കാടിനെ ക്ഷണിക്കുന്നു. ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. കിട്ടിപ്പോയി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ അഹമ്മദുട്ടി മാസ്റ്റർ, ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ആലി ഹാജി, ഈ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ്, അതുപോലെ തന്നെ ഈ കുടുംബത്തിനെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിക്കൊണ്ടു ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ ചെവിടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ്റെ കമ്മിറ്റി മെമ്പർമാരെ, സദസ്സിലെ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഈ കുടുംബത്തിൻ്റെ മഹിമ ഒട്ടനവധി പ്രാവശ്യം പല വേദികളിലായി നമ്മുടെ മുമ്പിൽ പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലേറെക്കുറെയൊക്കെ ബഹുമാനപ്പെട്ട മാസ്റ്റർ എപ്പോഴും സംസാരിക്കാറുണ്ട്, 7ാമത് കുടുംബസംഗമം പ്രയാസമില്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ ചെവിടിക്കുന്നം കുടുംബത്തിന് മാത്രമാണെന്ന്. എന്നാൽ ഇത് ഈ കുടുംബത്തിൻ്റെ ഒരു മഹിമ മാത്രം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയാത്തൊരു സത്യമുണ്ട്. അനുസരണയുടെ പേരിൽ അകന്നു പോയൊരു കുടുംബമാണ് നമ്മളെ കുടുംബം. അനുസരിച്ചു, അംഗീകരിച്ചു, പക്ഷേ അതിൻ്റെ പേരിൽ അകന്നു പോകേണ്ടി വന്ന നമ്മുടെ പൂർവികരുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നയിക്കാൻ വേണ്ടി നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ മുൻഗാമികളായ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത ഒരു സമര പരമ്പരയിൽ അകപ്പെട്ടു. അതിൽ അംഗങ്ങളായ ഒരു കുടുംബമാണ് നമ്മൾ. അവർ നികുതി നിഷേധ സമരം പ്രഖ്യാപിക്കുകയും ആ നികുതി നിഷേധ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന ആളുകളായി നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ അണിനിരന്നതിൻ്റെ പേരിൽ അവരുടെ ഒരു സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ ആഹ്വാനം മറിച്ചിടുന്നതിന് വേണ്ടി, അംഗീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് തന്ത്രം മെനഞ്ഞ് അധികാരി സമ്പ്രദായം ഏർപ്പെടുത്തിയതിൻ്റെ തുടക്കമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വേർപിരിയൽ. അധികാരിയെ വകവരുത്തിയെന്ന് നേരത്തെ സൂചിപ്പിച്ചു മാസ്റ്ററുടെ. അതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് പോകണം, എവിടെയെങ്കിലും നിങ്ങളെ മക്കളുമായി നിങ്ങൾ ഒളിച്ച് താമസിച്ച് നിങ്ങൾ അവരെ സംരക്ഷിക്കണം എന്നാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം. ആദ്യത്തെ അനുസരണം വെളിയങ്കോട് ഉമ്രഖാദിയാണ്. മഹാനവറുകൾ നിർദ്ദേശിച്ചു ഈ സമരവുമായി നിങ്ങൾ സഹകരിക്കണമെന്ന്. ആ സമരവുമായി സഹകരിച്ചതിൻ്റെ പേരിൽ രണ്ടാമത്തെ നിർദ്ദേശത്തിൻ്റെ വഴി വന്നു. ആ നിർദ്ദേശം മാതാപിതാക്കളിൽ നിന്നാണ് ഉണ്ടായത്, അനുസരിക്കുക. അങ്ങനെ വീട് വിട്ടിറങ്ങി നമ്മുടെ ഈ കടലുണ്ടിപ്പുഴയുടെ പല ഭാഗങ്ങളിലായി കരപറ്റി ഒളിത്താവളം കണ്ടെത്തി ഒളിച്ച് ജീവിച്ച് ഇന്ന് പരസ്യമായി പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്ന ആളുകളാണ് നമ്മളെ കുടുംബങ്ങൾ. ആ ഒരു ഒരുമിക്കലും ആ ഒരു വേർപിരിയലും, ഈ ഒരു ഒരുമിക്കലും ആ ഒരു വേർപിരിയലും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അന്നുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഉള്ളൊരു കുടുംബമാണ് നമ്മളെ കുടുംബം. അതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം ഐക്യമാണ്, ഒരുമയാണ്, അനുസരണയാണ്. ഇത് 3 കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടവരാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വരും തലമുറക്ക് നമ്മളെപ്പോലെ ഈ കുടുംബത്തെ തേടി പിടിക്കേണ്ട ഒരവസ്ഥ ഇല്ലാത്ത രീതിയിൽ എല്ലാവരാലും ഒരുമിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം സഹായിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി ഈ കുടുംബത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നയിക്കാൻ നമ്മുടെ വരും തലമുറയിലെ, അതല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കളായ ആളുകളെ ഉപദേശിച്ചുകൊണ്ടും പരിശീലിപ്പിച്ചുകൊണ്ടും നമ്മൾ ഈ കുടുംബത്തിൻ്റെ നേതൃത്വം അവരുടെ കൈകളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏകദേശം ഇപ്പോൾ അത് എത്തിയിട്ടുണ്ട്. തുടക്കം കുറിച്ച 2-3 വർഷങ്ങളിലൊക്കെ നമുക്ക് വളരെ പ്രയാസമായിട്ടുണ്ട് വയസ്സായ ആളുകൾക്ക്. ഇന്ന് അത് ഇല്ല. ഇന്ന് ചെറുപ്പക്കാരായ ആളുകളാണ്, നമ്മുടെ യുവാക്കളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുതന്നെയാണ് അവരിൽ നിന്ന് വരും തലമുറക്കും നമ്മളെ കൊച്ചനുജന്മാർക്ക് ഇതിൻ്റെ മാതൃക പകർന്നുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തിനെ നല്ല രീതിയിൽ ഒത്തൊരുമയോടും സ്നേഹത്തോടു കൂടി നയിക്കണമെന്ന്
ആണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇതിൻ്റെ സംഗമ കാലത്ത് തുടക്കം കുറിച്ച ഒരുപാട് മഹാന്മാർ, ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് ജ്യേഷ്ഠന്മാർ, വലിയ നേതാക്കന്മാർ, ജ്യേഷ്ഠന്മാർ, എളാപ്പന്മാർ, മൂത്താപ്പന്മാർ, വല്യപ്പന്മാരൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ സ്മരിക്കണം, ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തുടർന്ന് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഷടക്കമുള്ള, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആലിയാജി, മൂസക്കുട്ടി അടക്കമുള്ള, വാബുട്ടി ആജി അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈറി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവ് നിറഞ്ഞ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അസോസിയേഷൻ്റെ ഭാരവാഹികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുടുംബക്കാരന്മാർ, ഇനിയൊരു ആശംസ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല. എല്ലാവരും ഭക്ഷണത്തും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്തെന്ന് വെച്ചാൽ എൻ്റെ പേര് കോമുക്കുട്ടി എന്നാണ്. അത് കുറച്ചു കാലം കോമു എന്നാണ് പറയപ്പെട്ടിരുന്നു. കോമു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണന്മാരെ കൂട്ടത്തിലെ നമ്മുടെ ഏറ്റവും മുകളിലുള്ളൊരു പേരാണ് കോമു എന്നുള്ളത്. ഇനി ഈ കോമു പറഞ്ഞാൽ ഞാൻ ഇതോടുകൂടി അവസാനിക്കും. പിന്നെ പുതിയൊരു കോമു ഉണ്ടാകാൻ സാധ്യത നമ്മളെ കുടുംബത്തിലില്ല. കാരണം പുതിയ ജനറേഷനിൽ അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നില്ലല്ലോ. ഇനി തലമുറകൾ ആലോചിക്കുന്ന അവസാനത്തെ കോമു ഇന്ന ആളായിരുന്നു എന്നുള്ളത്. കാരണം അസോസിയേഷൻ്റെ 2-3 വർഷത്തെ ജനറൽ സെക്രട്ടറി ആയി നിന്ന ആളാണ്. ഇവിടെ എല്ലാം പ്രതിപാദിച്ച ഒരു കാര്യം അബ്ദുൽ ഉസ്താദ് വളരെ വിശദമായി ഇങ്ങോട്ട് സംസാരിച്ചു, കുടുംബ ക്ലാസ് എടുത്തു തന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഐക്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, ഐക്യം നിലനിർത്തുക എന്നാണല്ലോ നമ്മുടെയൊക്കെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉദ്ദേശങ്ങളും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ഒരാശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ അവസാനിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് 2 മണിക്ക് വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമം നടക്കും. അതിൽ മുതിർന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ ആദരിക്കും. അതുപോലെ മറ്റു അനുമോദനങ്ങളും ഉണ്ടാകും. ചടങ്ങ് അവസാനിപ്പിക്കുന്നു. എന്തായാലും വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് ഈ പരിപാടികൾ. ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാണ്, നമ്മുടെ പരിപാടികൾ നടത്താൻ പുറത്തുനിന്ന് അങ്ങനെ ആളുകളൊന്നും കൊണ്ടുവരണ്ടെന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്ന, സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘാടന തികവുള്ളവരാണ് ചെവിടിക്കുന്നന്മാർ എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ബാധ വീണ്ടും തുടരാം. ഈ നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് അലവിക്കുട്ടി കണ്ണമംഗലം. അലവിക്കുട്ടിയെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏഴാമത് നമ്മുടെ കുടുംബസംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്കാണ് ആദ്യമായി ഖിറാഅത്ത് അവതരിപ്പിച്ച കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എടയാന്നൂർ, ഇതിൽ പ്രാർത്ഥന നിർവഹിച്ച മൊയ്തീൻകുട്ടി ഫൈസി, നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സി കെ അഹമ്മദ് കുട്ടി മാഷ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ
ആലി ഹാജി കുഴിപ്പുറം, ബാപ്പുട്ടി ഹാജി പാണ്ടിക്കാട്, ബാപ്പു കണ്ണമംഗലം, മൊയ്തീൻകുട്ടി മാസ്റ്റർ തെന്നല, അതുപോലെയുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന പാണ്ടിക്കാട് ഭാഗത്തുനിന്നും മമ്പാട് ഭാഗത്തുനിന്നും കുഴിപ്പുറം, കണ്ണമംഗലം, മറ്റ് അനേക സ്ഥലത്തുനിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി കൊണ്ട് ആദ്യ സെഷന് ഇവിടെ നിർത്തിവെച്ചതായിട്ട് കമ്മിറ്റിയുടെ ഇത് അറിയിച്ചു കൊള്ളുന്നു. ഭക്ഷണം അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാത്തവരൊക്കെ പോയി കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് നമ്മളെ പരിപാടി 2 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാവരും